നമസ്കാരം. പൊതുവേദിയിലേക്ക് സ്വാഗതം. ഒരു കഷ്ണം കേക്ക് കിട്ടിയാൽ സന്തോഷം തോന്നാത്തവർ ആരുമുണ്ടാകില്ല. അത് പ്രത്യേകിച്ച് ക്രിസ്മസിനോ പുതുവത്സര പിറവി സമയത്തോ ഒക്കെ ആണെങ്കിൽ അത് വളരെ സന്തോഷകരമായ ഒരു കാര്യമാണ്. പക്ഷേ ഒരു കേക്ക് വാങ്ങി പുലിവാല് പിടിച്ചിരിക്കുകയാണ് തൃശ്ശൂർ മേയർ. CPI പറഞ്ഞത് കേൾക്കാതെ മേയർ കേക്ക് വാങ്ങി. കേക്ക് വാങ്ങരുതെന്ന് പറഞ്ഞിട്ട് കേൾക്കാതിരുന്നത് വലിയ വിവാദമാവുകയാണ്. ഈ സാഹചര്യത്തിലാണ് കേക്കിൻ്റെ രാഷ്ട്രീയം ന്യൂസ് 18 പൊതുവേദി ചർച്ച ചെയ്യുന്നത്. എല്ലാവർക്കും പൊതുവേദിയിലേക്ക് സ്വാഗതം. മൊയ്തീൻ കുഞ്ഞാണ് നമുക്കൊപ്പം ആദ്യം ചേരുന്നത്. ശ്രീ മൊയ്തീൻ കുഞ്ഞ് കേക്കൊക്കെ ഇഷ്ടപ്പെടുന്ന ആളാണോ? പിന്നെ കേക്ക് നല്ല മധുരമുള്ള സാധനമല്ലേ. ഷുഗറൊന്നുമില്ല? ഷുഗറോ നല്ല അങ്ങനെയുള്ള സാധനമല്ലേ. പ്രശ്നങ്ങളൊന്നുമില്ല? ഒന്നുമില്ല, ഷുഗർകാർക്ക് മാത്രമേ വിളിച്ച് ബുദ്ധിമുട്ട്. പിന്നെ ഉം. ഈ കേക്ക് വിവാദം ആ സുരേഷ് ഗോപി ഇലക്ഷൻ നിന്ന സമയത്ത് മുതലേ തുടങ്ങിയ ഒരു കാര്യമാണ്. ആ സുരേഷ് ഗോപി പുകഴ്ത്തി മേയർ അല്ല ഈ മേയറുമായിട്ട് അപ്പം ഇപ്പം സുരേന്ദ്രൻ കൊണ്ടുവന്ന് കേക്ക് കൊണ്ട് കൊടുത്തു, മേയർ വാങ്ങിച്ചു. ഈ മേയറെ ആ സ്ഥാനത്ത് നിന്നും ഒന്ന് നീക്കം ചെയ്ത് വേറെ സ്ഥാനം ഇത് ഏൽപ്പിച്ചാല ആ നിമിഷം ഈ മേയർ പാർട്ടിയിൽ നിന്ന് രാജിവെച്ച് BJP പോകും. കാര്യത്തിന് സംശയമുണ്ടോ? എനിക്ക് മനസ്സിലായി. സുരേഷ് ഗോപി ഇലക്ഷൻ നിന്ന സമയത്ത് മേയറുടെ അടുത്ത് ചെയ്യുന്നപ്പോ മേയർ പറഞ്ഞ എന്തുവായിരുന്നു, മത്സരിക്കാൻ ഫസ്റ്റ് ആണെന്ന്. ഒരു പാർട്ടിക്കാരനാണ് ഈ പറയുന്നത്. അല്ല, അദ്ദേഹം സ്വതന്ത്രനാണ്, ഇടത് പിന്തുണയുള്ള മേയറാണ്. അതെ. അപ്പൊ ഇടത് ചേരിയിൽ നിന്ന് ഇത് വേണ്ട എന്നാണ് ശ്രീ മൊയ്തീൻ കുഞ്ഞ് പറയുന്നത് അല്ലേ? അതെ അതെ, വ്യക്തമാണ് താങ്കളുടെ അഭിപ്രായം. ഞാൻ കോൺഗ്രസ്സുകാരനാണ്. 24 എന്നും പറഞ്ഞ് നിൽക്കുന്നതാ. അപ്പം അതിൽ നിന്നും ഈ മേയറെ മാറ്റത്തില്ല, സർക്കാർ മാറ്റാൻ ഒക്കത്തില്ല. അതെ, എനിക്ക് മൊയ്തീൻ കുഞ്ഞ് കോൺഗ്രസ്സുകാരനാണ്, പക്ഷെ CPM-ൽ കാണിച്ചത് ശരിയായില്ലെന്നാണ് താങ്കൾക്ക് പറയാനുള്ളത് അല്ലേ? ശരി, വ്യക്തമാണ് താങ്കളുടെ. ഈ മേയർ കാണിച്ചത് ശരിയായില്ല, മനസ്സിലായി. മേയർ കാണിച്ചത് ശരിയായി. വ്യക്തമാണ് താങ്കളുടെ അഭിപ്രായം. ശ്രീ മുഹമ്മദ് മഞ്ചേരിയിൽ നിന്ന് നമുക്കൊപ്പം ചേരുകയാണ്. ശ്രീ മുഹമ്മദ്, ക്രിസ്മസ് ദിവസം ഒരു BJP-ക്കാരൻ കേക്കുമായി വീട്ടിൽ വന്നാൽ ശ്രീ മുഹമ്മദ് മഞ്ചേരി അത് സ്വീകരിക്കുമോ? ഈ കേക്ക് രാഷ്ട്രീയം എന്താണെന്നുള്ളത് ഇപ്പോഴാണ് അറിഞ്ഞത്. കേക്ക് രാഷ്ട്രീയം. നമസ്കാരമുണ്ട് സാറേ. കാരണം പറയാൻ വിട്ടതാണ്. കേക്ക് രാഷ്ട്രീയം കേട്ടപ്പോ അന്തം വിട്ടുപോയി. ഒരു BJP-ക്കാരൻ അത് വീട്ടിൽ കൊണ്ടുവന്നാൽ അവൻ BJP-ക്കാരനാണെന്നുള്ളത് അറിഞ്ഞാൽ അത് പിന്നെ വേണ്ട എന്ന് പറഞ്ഞയക്കുന്നതാണ് ഉചിതം എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. ശരി, അങ്ങനെ കരുതേണ്ടതുണ്ടോ? കേക്കുമായി വരുന്ന ഒരാളുടെ രാഷ്ട്രീയം നമ്മൾ നോക്കേണ്ടതുണ്ടോ? ക്രിസ്മസിന് ഒരാൾ നോക്കണോ? അത് കേക്കിൻ്റെ ഉള്ളില് അത് വല്ല വെച്ചിട്ടുക്കണോ, അപ്പുറത്തെ പാർട്ടിനെ വഞ്ചിക്കാനാണെന്നുള്ളതൊക്കെ ഏതാന്നുള്ളതൊന്നും അറിയില്ലോ. കേക്കിൽ പൊതിഞ്ഞെന്തെങ്കിലും കടത്താൻ ശ്രമിക്കുകയാണോ നോക്കണം അല്ലേ? അതന്നെ, അതുകൊണ്ടാണ് അത് വേണ്ടെന്ന്. അത് വളരെ സന്തോഷകരമായിട്ടാണ് പറഞ്ഞാൽ മതി സാറേ. ശരി, വ്യക്തമാണ് താങ്കളുടെ അഭിപ്രായം. പാലക്കാട് നിന്ന് ശ്രീ മണികണ്ഠൻ നമുക്കൊപ്പം ചേരുകയാണ്. ശ്രീ മണികണ്ഠൻ, ക്രിസ്മസ് ഒക്കെ വിപുലമായി ആഘോഷിച്ചോ? ആഘോഷിച്ചു. കേക്കൊക്കെ കഴിച്ചോ? കേക്ക് കഴിച്ചു. ഈ കേക്ക് വിവാദം കേട്ടപ്പോൾ എന്ത് തോന്നുന്നു? അതായത് ഇപ്പൊ ഒരു CPM-കാരൻ കേക്ക് വാങ്ങിയ പ്രശ്നം. അത് ഒരു ഫാദറുള്ള ആൾക്കാർക്ക് ആരും പാർട്ടി വിട്ട് മാറുന്നില്ല. പിന്നെ ഒരാളിപ്പോ നമ്മുടെ വീട്ടിൽ ഒരു കേക്ക് കൊണ്ടുവന്ന് പറഞ്ഞ് മുറിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് ഇപ്പൊ ഒന്നും സംഭവിക്കാനൊന്നും പോണില്ല. അതിനെ ഈ വളച്ചൊടിക്കുമ്പോഴൊക്കെയുള്ള ഒരു പ്രശ്നമാണ്. പിന്നെ എന്താന്ന് വെച്ചാല് ഇപ്പം എല്ലാം രാഷ്ട്രീയം, എല്ലാറ്റിലും കേക്കിലും തികഞ്ഞു നോക്കുന്നത്. പണ്ട് നമ്മൾ കുട്ടികളായിരിക്കുമ്പോൾ കേക്കിൽ കാഷ്യൂനട്ട് ഉണ്ടോ എന്ന് നോക്കുമായിരുന്നു. ഇപ്പൊ ചികഞ്ഞു നോക്കുന്ന അതിലെ ഏത് പാർട്ടിയുടെ കേക്കാണെന്നാണ് അല്ലേ? പാർട്ടി മാത്രമല്ല, അതിനുള്ള ബിസ്ക്കറ്റാ അങ്ങനെ അല്ല ഡോളറിന്റെ കെട്ടോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഇത്തിരി നന്നായിരേ അതൊക്കെ നോക്കും. എനിക്ക് വേറൊരു കാര്യം കൂടി പറയാൻ വേണ്ടിയാണ് വിളിച്ചത്. അതായത് നമ്മുടെ ഈ വാർത്താ ചാനൽ എല്ലാം 8 മണിക്കൊരു ചർച്ച ഉണ്ടല്ലോ. ഈ 8 മണിയുടെ ചർച്ച
8:59 തീരെ ടൈമില്ല ഇവർക്ക്, ചാനലുകാർക്ക്. ഞാൻ വേറൊന്ന് പറയാൻ വന്നത്, അതായത് ഇവിടെ കൊലപാതകം നടന്നാലും എന്ത് നടന്നാലും തലനാരി കീറി പരിശോധിക്കുന്ന ഒരു പരിപാടി ഉണ്ട്. നമ്മുടെ EVM വിഷയം ഉണ്ടല്ലോ, EVM വിഷയനെ പറ്റിയിട്ട് യാതൊരുവിധ ചർച്ചയും നമ്മുടെ കേരളത്തിലെ ഒരു ചാനലും നടത്തിയിട്ടില്ല. അതായത് ഈ ഭൂമിയിൽ നിന്ന് മേപ്പട്ടേക്ക് വീടുന്ന ഈ റോക്കറ്റിനെ ഭൂമിയിൽ ഇരുന്നിട്ട് നമുക്ക് നിയന്ത്രിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ഒരു പ്രോഗ്രാം ചിപ്പ് ഘടിപ്പിച്ചിട്ടുള്ള ഒരു മിഷനെ, ഒരു വോട്ടിംഗ് മിഷനെ നമുക്ക് എന്തുകൊണ്ട് നിയന്ത്രിക്കാൻ പറ്റില്ല? ഒരിക്കലും അത് പക്ഷേ നമ്മൾ ഒരുപാട് ചർച്ച ചെയ്തിട്ടുള്ളതാണ്. EVM-ൽ അതിന്റെ യാതൊരു ഡീറ്റെയിൽ ചർച്ചയിലേക്കും ഒരു ചാനലും പോയിട്ടില്ല. ഡീറ്റെയിൽ ചർച്ചയിലേക്ക് പോയില്ല. അല്ല, നമുക്ക് അതിന്റെ പൊളിറ്റിക്കൽ ആംഗിളല്ലേ ചർച്ച ചെയ്യാൻ പറ്റുള്ളൂ. കാരണം നമുക്ക് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഈ വിഷയം സത്യങ്ങൾ ജനങ്ങളെ ബോധ്യപ്പെടുത്താന്നുള്ളൊരു സത്യം നമുക്ക് അതിന് എന്തെങ്കിലും തെളിവ് ആർക്കാണ് EVM ഹാക്ക് ചെയ്തെന്ന് പറഞ്ഞാൽ അവർ കൊടുക്കണം. ഈ EVM വിഷയത്തില് പ്രശ്നങ്ങൾ ഉണ്ടെന്നുള്ളത് കണ്ണം മാധവൻ എന്ന IPS ഉദ്യോഗസ്ഥനാണല്ലോ ആദ്യം പറഞ്ഞിട്ടുള്ളത്. അല്ല, അത് അദ്ദേഹത്തിന് ഒരു രാഷ്ട്രീയമുണ്ട്. ഞാൻ പറയുന്ന അദ്ദേഹത്തിന് തെളിവുണ്ടെങ്കിൽ അത് നമ്മൾ സ്വാഭാവികമായി എന്താണ് ചെയ്യേണ്ടത്? ഇലക്ഷൻ കമ്മീഷനുണ്ട്, അതൊരു പോലീസുണ്ട്. സുപ്രീം കോടതിയിൽ വർക്ക് ചെയ്യുന്ന ഒരു വിഭാഗം വക്കീലന്മാർ ഇതിന്റെ ഡെമോ വരെ പൊതുനിരത്തിൽ വെച്ച് കാണിച്ചു കൊടുത്തു. പക്ഷെ ഇതില് ഒരു പ്രശ്നം എന്താന്ന് വെച്ചാൽ, ഈ നമ്മൾ ജയിക്കുമ്പോൾ EVM-നെ അംഗീകരിക്കുക, തോൽക്കുമ്പോൾ EVM-നെ കുറ്റം പറയുക എന്ന രീതിയാണ് ചിലപ്പോൾ. അങ്ങനെയാണെങ്കിൽ കേരളത്തിൽ ഇതെന്താ ഹാക്ക് ചെയ്യാൻ പറ്റാത്തത്? എന്റെ ഒരു ചോദ്യം. അങ്ങനെ ഒരു കമന്റ് നമ്മുടെ സുപ്രീം കോടതി പറഞ്ഞു. പക്ഷെ അത് വെറും ഒരു തെരുവ് മദ്യപാനിയുടെ ഒരു കമന്റ് ആയിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളൂ. അതിലെന്താ തെരുവ് മദ്യം? അദ്ദേഹം ചോദിക്കുന്നത് കൃത്യമല്ലേ? തെളിവ് കൊടുക്കാൻ ഈ ഇലക്ഷൻ കമ്മീഷനോ സുപ്രീം കോടതിയോ അല്ല, നമ്മൾ ജയിക്കുന്നില്ല അതുകൊണ്ട് EVM കേടുണ്ട് എന്ന് പറയുന്നതിന് പകരം ഇന്ന EVM ഇങ്ങനെ ഹാക്ക് ചെയ്തിരിക്കുന്നു, ഇന്ന ആളാണ് അതിന്റെ പ്രതി എന്ന് നമുക്കൊരു ബോധ്യമുണ്ടെങ്കിൽ അതല്ലേ അന്വേഷിക്കേണ്ടത്? ഇത് തെരഞ്ഞെടുപ്പ് കമ്മീഷനൊക്കെ പലതവണ അന്വേഷിച്ചു, അവർക്ക് കിട്ടിയില്ല. പവിത്രമായ EVM മിഷനുകൾ പാടത്തും പറമ്പിലും പശുത്തൊഴുത്തിലൊക്കെ നമ്മൾ കണ്ടതല്ല ഇഷ്ടം പോലെ. ഏതായാലും അത് സംബന്ധിച്ചൊക്കെ കൃത്യമായ അന്വേഷണം നടത്തുക എന്നതാണ് നമ്മൾ ആവശ്യപ്പെടുന്നത്. നമ്മുടെ ഇന്ത്യ രാജ്യത്ത് അതിന്റെ അന്വേഷണം നടക്കില്ല. ഞാൻ പറയുമ്പോ ഒരിക്കലും വേണ്ട, വോട്ടിംഗ് മിഷനെ വേണ്ട. ഈ സാധനം വലിച്ചെറിഞ്ഞ എത്രയോ വിദേശ സമ്പന്ന രാജ്യങ്ങളുണ്ട് വേണ്ടെന്ന് പറഞ്ഞിട്ട്. യെസ്, ഏതായാലും നോക്കാം. നമുക്ക് ഈ വിഷയത്തിൽ നിന്ന് അത് വ്യത്യസ്തമായത് കൊണ്ടാണ്. ഏതായാലും താങ്കളുടെ അഭിപ്രായം വ്യക്തമാണ്. അനിയൻകുട്ടൻ ചേരുന്നത് പത്തനംതിട്ടയിൽ നിന്നാണ്. ശ്രീ അനിയൻകുട്ടൻ. നമസ്കാരം. ശ്രീ അനിയൻകുട്ടന് ക്രിസ്മസ് കേക്ക് രാഷ്ട്രീയത്തിനുള്ള ഒരു ഉപാധിയാണെന്ന ആരോപണത്തോട് എന്താണ് പറയാനുള്ളത്? നമസ്കാരം. നമസ്കാരം സാറേ, അതിന് മുമ്പായിട്ട് ഒരു കാര്യം ഞാൻ പറഞ്ഞിട്ടായിരുന്നു. ഒത്തിരി സമയം വേണ്ട, ശകലം സമയം മതി. ഈ കേക്കിനെക്കാളിലൊക്കെ പ്രധാനപ്പെട്ട എത്രയോ വിഷയങ്ങൾ നമ്മുടെ നാട്ടിൽ നടക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ആഭ്യന്തര വകുപ്പ്, പിന്നെ ആരോഗ്യ വകുപ്പ്, പട്ടികജാതി വികസന വകുപ്പ്, സിവിൽ സപ്ലൈസ് വകുപ്പ്, അങ്ങനെ കുറെ വകുപ്പുകളുണ്ട് കേരളത്തിൽ ഇഷ്ടംപോലെ. ഏറ്റവും ജനങ്ങൾക്ക് പ്രധാനപ്പെട്ട കാര്യങ്ങളാണിത്. പിന്നെ പൊതുമരാമത്ത് വകുപ്പ്. ഇത് ഏറ്റവും കൂടുതൽ ജനങ്ങള് സ്വരമായിട്ട് ജീവിക്കേണ്ടതും നടക്കേണ്ടതും യാത്ര ചെയ്യേണ്ടതും ഇങ്ങനെയുള്ള കാര്യങ്ങളാണ്. ഇതിന് നിങ്ങള് നാളെ ആഭ്യന്തര വകുപ്പോ, തൊഴിൽ വകുപ്പോ, പട്ടികജാതി വികസന വകുപ്പോ, സിവിൽ സപ്ലൈ വകുപ്പോ നിങ്ങൾ കൊണ്ടുവരുന്നത് ഞങ്ങൾക്ക് വലിയ പ്രതീക്ഷയുണ്ട്. ജനങ്ങൾ അറിയേണ്ട കാര്യങ്ങളാണ്. ഇതൊക്കെ എന്ന് പറഞ്ഞാൽ രാഷ്ട്രീയ കളി. അവർ വോട്ട് കിട്ടാൻ വേണ്ടി അവർ ഓരോ പാർട്ടിയുടെ ആൾക്കാരെ ഇങ്ങോട്ട് പിടിക്കുക, അങ്ങോട്ടും ഇങ്ങോട്ടും പിടിച്ചു കയറുക, കേക്ക് കൊണ്ട് കൊടുക്കുക. അതിനകത്ത് വലിയ കാര്യമൊന്നും കാണണ്ട. പിന്നെ ഈ സുനിൽകുമാർ കടന്ന് 3-4 മാസമായി കടന്ന് കരച്ചിൽ തുടങ്ങിയിട്ട് ആര് കേൾക്കാൻ, എവിടെ കേൾക്കാൻ, ആര് ഇതിന് പരിഹാരം കാണാൻ? സുനിൽകുമാറും CPI ഇങ്ങനെ കരഞ്ഞുകൊണ്ട് കഴുതയുടെ കാര്യം പറഞ്ഞുകൊണ്ട് കരഞ്ഞുകൊണ്ട് നടക്കേ ഉള്ളൂ. ഇത് CPM-ഉം BJP-യും. എനിക്കൊരു സംശയം, ശ്രീ അനിയൻകുട്ടന് ഞാൻ ചോദിക്കുന്നത്, നാട്ടിലിപ്പോൾ ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ BJP-ക്കാർ അതൊന്നും അന്വേഷിക്കാതെ കേക്കും കൊണ്ട് പോകുന്നത് എന്തിനാ? അപ്പോൾ അത് അന്വേഷിക്കുകയല്ലേ വേണ്ടത്? പൊതുമരാമത്ത് വകുപ്പ്, കുടിവെള്ള വകുപ്പ്, പട്ടികജാതിക്കാരുടെ ഉന്നമനം, ഇതിങ്ങനെ വിഷയങ്ങളുണ്ടല്ലോ ഇഷ്ടം. അതൊക്കെ വളരെ സുപ്രധാനമായ വിഷയമാണ്, പ്രത്യേകിച്ച് പിന്നോക്ക സമൂഹത്തിനും. അതൊന്നും അന്വേഷിക്കാതെ കേക്കുമായി പോകുന്നത് എന്തിനാ? ഇത് മാധ്യമങ്ങൾ എന്തെങ്കിലും ചർച്ച ചെയ്യുമ്പോൾ അയ്യോ ഇതൊരിക്കലും ചർച്ച ചെയ്യേണ്ട വിഷയമല്ല, ഇവിടെ ആളുകൾ പട്ടിണി കിടക്കുകയാണ്, ഇവിടെ 100,000 പേർ തൊഴിലില്ലാതെ അലയുകയാണ്, ഇവിടെ ഒരു പ്രശ്നമാണ്. അപ്പോൾ ആ പ്രശ്നം നിങ്ങൾക്കൊക്കെ ബാധകമല്ലേ? എല്ലാവർക്കും ബാധകമാണ്. 3.5 കോടി ജനങ്ങൾക്കും ബാധകമുള്ള വിഷയങ്ങളാണിത്. 3.5 കോടി ജനങ്ങൾക്ക് ബാധകമുള്ള വിഷയം ആദ്യം പറയുന്നത് ഇവിടെ മാധ്യമങ്ങളല്ലേ?
ഇവിടെ ഒരു സ്ത്രീ ആക്രമിക്കപ്പെടുമ്പോൾ, ഒരു കുഞ്ഞ് ആക്രമിക്കപ്പെടുമ്പോൾ, ഒരു മനുഷ്യൻ ആക്രമിക്കപ്പെടുമ്പോൾ അതാദ്യം പറയുന്നത് ഇവിടെ മാധ്യമങ്ങളല്ലേ? അങ്ങനെയല്ലേ കേരളം ആ വിവരം അറിയുന്നത്? ആഭ്യന്തര വകുപ്പിനകത്ത് എന്ത് പ്രശ്നം നടക്കുമ്പോഴും അതാദ്യം പറയുന്നത് മാധ്യമങ്ങളല്ലേ? കുടിവെള്ളം മുട്ടുമ്പോൾ ആദ്യം റിപ്പോർട്ട് ചെയ്യുന്നത് മാധ്യമ പ്രവർത്തകരല്ലേ? പട്ടിക വിഭാഗത്തിന് നേരെ എന്തെങ്കിലും കയ്യേറ്റങ്ങൾ നടക്കുമ്പോൾ ആദ്യം റിപ്പോർട്ട് ചെയ്യുന്നത് മാധ്യമങ്ങളല്ലേ? ആ മാധ്യമങ്ങളോട് നിങ്ങൾ പറയുന്ന അതൊന്നും നിങ്ങൾ ചെയ്യുന്നില്ല, അത് കേക്കിൻ്റെ പുറകെ നടക്കും. കേക്കും കൊണ്ട് നടക്കുന്നവരത് ആദ്യം ഓർത്താൽ സന്തോഷം. ഏതായാലും അന്യൻകുട്ടനോട് എനിക്ക് പ്രത്യേക സ്നേഹമുണ്ട്. ദിവസവും പൊതുവേദിയിലേക്ക് വിളിക്കുന്ന ആളാണ്, സന്തോഷം. ഷാജി പത്തനംതിട്ടയിൽ നിന്നാണ് വിളിക്കുന്നത് അല്ലേ? അതെ അതെ, നമസ്കാരം. നമസ്കാരം. ഷാജി ആരെങ്കിലും കേക്ക് തന്നോ ഷാജിക്ക് ഈ ക്രിസ്മസിൽ? എനിക്കാരും കേക്ക് തന്നിട്ടില്ല. ഷാജി ആർക്കെങ്കിലും കേക്ക് കൊടുത്തോ? കൊടുത്തു. ഞാൻ കേക്ക് കൊടുത്തു. അത് ശരി. അതുപോലെ തന്നെ അനാഥാലയത്തിലും കേക്ക് കൊടുത്തിട്ടുണ്ട്. ഏറ്റവും സന്തോഷകരമായ കാര്യം, അതുപോലെയുള്ള പ്രവർത്തനങ്ങളിൽ പൊതുവേദിയുടെ പ്രേക്ഷകർ ഇടപെടുന്നു എന്ന് പറയുന്നത് തന്നെ അഭിമാനത്തോടെയാണ് കാണുന്നത്. കാരണം ഈ ക്രിസ്മസും പുതുവത്സരവും എല്ലാവർക്കും ആഘോഷിക്കാനുള്ളത്. അത് ഷാജിയുടെ ആ വലിയ മനസ്സിനെ ഈ പൊതുവേദിയുടെ പ്ലാറ്റ്ഫോമിൽ അങ്ങേയറ്റം അഭിനന്ദിക്കുകയാണ്. പക്ഷെ ഷാജിക്ക് ആരും കേക്ക് തന്നില്ല എന്നത് എന്നെ വേദനിപ്പിക്കുകയും ചെയ്യുന്നു. അല്ല, ഞാൻ ക്രിസ്മസിന്റെ ഇതായതുകൊണ്ട് എനിക്ക് കേക്ക് ഞാൻ മേടിച്ച് അങ്ങോട്ട് കൊടുക്കാറുണ്ട്. ഈ കേക്കിനകത്ത് രാഷ്ട്രീയം കലർത്തുന്നതിനെ കുറിച്ച് ശ്രീ ഷാജിക്ക് എന്ത് തോന്നുന്നു? അതിൽ രാഷ്ട്രീയം അതിനകത്ത് യാതൊരു താല്പര്യം തോന്നുന്നില്ല. ഒരു മനുഷ്യൻ കൊടുക്കുന്നതല്ലേ. ഞാൻ മേടിച്ചിട്ട് ഇപ്പൊ ഹിന്ദുക്കൾക്കും മുസ്ലിങ്ങൾക്കും കൊടുത്തിട്ടുണ്ട്. അപ്പം പിന്നെ അതിനകത്ത് എന്ത് രാഷ്ട്രീയവൽക്കരിക്കുന്നു? ഞാനല്ലേ നാളെ മുസ്ലിമിൽ ചേരുവോ, അല്ലെ നാളെ ഹിന്ദു സമുദായത്തിൽ ചേരുവോ? ഇല്ലല്ലോ. അതിനകത്തൊന്നും ഒരു കാര്യമില്ല. ആളുകൾക്ക് അവരുടെ ഒരു സന്തോഷം എന്ന നിലയിൽ കൊടുക്കുന്നതിൽ തെറ്റില്ല. അവരുടെ പെരുന്നാളുകളും കാര്യങ്ങളും ഒക്കെ ഉണ്ടെങ്കിൽ ശിവരാത്രിക്ക് ഉണ്ടെങ്കിൽ ഞങ്ങളെ വിളിക്കാം, അന്നേരം ഞാൻ പോകും. ആ ഒരു മതസൗഹാർദ്ദത്തിന്റെയും സ്നേഹത്തിന്റെയും സാഹോദര്യത്തിന്റെയും പരസ്പരം ഉള്ള കൂട്ടായ്മയുടെയും സഹവർത്തിത്വത്തിന്റെയും ഒക്കെ ഒരു പുതുവത്സരം ആണ് നമുക്ക് വരേണ്ടത്. വളരെ നന്ദി ഷാജി അവിടുന്ന് വിളിക്കുകയും അഭിപ്രായം പങ്കുവയ്ക്കുകയും ചെയ്തതിന്. കൊല്ലത്തു നിന്ന് ഒരു പ്രേക്ഷകൻ നമുക്കൊപ്പം ചേരുന്നുണ്ട്. വിഷ്ണു എന്നാണോ പേര് പറഞ്ഞത്? വിഷ്ണു? യെസ്, എനിക്ക് തോന്നുന്നു വിഷ്ണു തിരുവനന്തപുരത്തു നിന്നൊരു പ്രേക്ഷകൻ ചേരുന്നുണ്ട്. റെനീഷ് എന്നാണോ പേര് പറഞ്ഞത്? രമേശൻ എന്നാണോ പേര് പറഞ്ഞത്? രമേശൻ. ശ്രീ രമേശൻ, തിരുവനന്തപുരത്ത് എവിടെയാണ് താമസിക്കുന്നത്? എനിക്ക് തോന്നുന്നു ടെലിഫോൺ ലൈനിൽ എന്തോ പ്രശ്നമുണ്ടെന്ന് തോന്നുന്നു. ജയകുമാർ നമുക്ക് ഒപ്പം ചേരുന്നു യൂട്യൂബിൽ. ജയകുമാർ പറയുന്നത്, ജയകുമാർ എന്നോട് നമസ്കാരം പറയുന്നത്. നമസ്കാരം ജയകുമാർ. കേക്ക് രാഷ്ട്രീയം ഈ കള്ള് ഷാപ്പിൽ തലയിൽ മുണ്ടിട്ട് കയറി കള്ളു കുടിക്കുന്നത് പോലെ കണ്ടാൽ മതി എന്നാണ്. എനിക്കത് എന്താണെന്ന് മനസ്സിലായില്ല. ഏതായാലും ജയകുമാർ നമ്മുടെ ഒരു പ്രധാന പ്രേക്ഷകൻ, താമരശ്ശേരിയിൽ നിന്നൊരു പ്രേക്ഷകൻ നമുക്കൊപ്പം ചേരുന്നുണ്ട്. ജോയ് കേൾക്കാമോ? ജോയ്ഫുൾ ആയിരുന്നൊരു ഹാപ്പി ക്രിസ്മസ് ആണോ കഴിഞ്ഞത്? അതെ, ഞാനൊരു ക്രിസ്ത്യാനിയാണ്. അപ്പൊ പറയുന്നത്, ഒരു ക്രിസ്ത്യാനി ഞങ്ങളെ ഫോളോ ചെയ്യുന്നത് കുരിശിൽ കിടന്ന് തൂങ്ങി മരിച്ച മനുഷ്യവർഗത്തിന് വേണ്ടി ജീവൻ സമർപ്പിച്ച ഒരു മഹത് വ്യക്തിയാണ്. അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് എല്ലാവരും ക്ഷമിക്കാണ്. അപ്പൊ ആര് കേക്ക് കൊടുത്താലും ഈ കേക്ക് കൊടുത്തിട്ടുള്ള ആർക്കാന്ന് മനസ്സിലാക്കുക. അത് തൃശ്ശൂർ മേയറായ ഒരു ക്രിസ്ത്യാനിക്കാണ്. ആ ക്രിസ്ത്യാനിക്ക് കൊടുത്തപ്പോ അത് എന്തിനാണ് മറ്റുള്ളവര് പറയിടുന്നത്? നിങ്ങളുടെ ഈ പല അഭിപ്രായങ്ങളും എനിക്ക് മനസ്സിലാവുന്നത് ഇതിൽ വർഗീയതയുണ്ട്. വേറൊരു മതസ്ഥര് ഇതിന്റെ അകത്ത് ബുദ്ധിമുട്ടുണ്ടാക്കുന്നില്ല. ഒരു ക്രിസ്ത്യാനിയാണ് ആ കേക്ക് കൊടുത്തത്. നിങ്ങൾ വേറൊരാൾക്കാ കൊടുത്തെങ്കിൽ ഓക്കെ എന്ന് പറയാം. വേറെ ആർക്ക് കൊടുത്താലും ബുദ്ധിമുട്ടില്ല. ഞാനിപ്പോ ക്രിസ്ത്യാനിയല്ല, പക്ഷേ ക്രിസ്തുവിന്റെ ആശയങ്ങൾ അങ്ങേയറ്റം ബഹുമാനിക്കുന്ന ഒരാൾ എനിക്കൊരാൾ കേക്ക് തന്നാൽ ഞാൻ രണ്ട് കൈ നീട്ടി സ്വീകരിക്കും. സന്തോഷം. പ്രത്യേകിച്ച് ക്രിസ്മസിന്. ഇതേപോലെ ഈ തൃശ്ശൂർ മേയർ പ്രത്യേകിച്ച് തൃശ്ശൂർ ഒരു ക്രിസ്ത്യൻ ഇതും ബാക്ക്ഗ്രൗണ്ട് ഉള്ള സ്ഥലം കൂടെയാണല്ലോ. അതില്ലെങ്കിൽ നമുക്ക് കേക്ക് സ്വീകരിക്കാം. ജീസസ് ക്രൈസ്റ്റ് എന്നത് ലോകത്തെ മുഴുവൻ മനുഷ്യർക്ക് വേണ്ടിയുള്ള സന്ദേശം നൽകിയിട്ടുള്ള ഒരു ആശയമാണ്. അപ്പൊ ആ ജീസസ് ക്രൈസ്റ്റിന്റെ പിറന്നാൾ നമ്മൾ ആഘോഷിക്കുന്നത് സന്തോഷത്തോടു കൂടി ആഘോഷിക്കാം. അതിന് സ്വീകരിക്കാം. അതെ, അത് കറക്റ്റാണ്. ഏതായാലും ശ്രീ ജോയുടെ അഭിപ്രായം വളരെ വളരെ കൃത്യമാണ്. അദ്ദേഹം ശിവദാസൻ നമുക്കൊപ്പം ചേരുന്നത് തിരുവനന്തപുരത്തു നിന്നാണ്. ശ്രീ ശിവദാസൻ കേൾക്കാമോ? അതെ, എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ ഈ
BJP കേക്ക് കൊടുക്കുന്നതിൽ രാഷ്ട്രീയമൊന്നും മറ്റൊന്നും ഇല്ല. ഈ കേക്ക് കൊടുക്കുമ്പോൾ ഈ ക്രിസ്മസിന് ബീഫ് വെക്കുന്ന ആൾക്കാരും ഉണ്ട്, വീടുകളിൽ ബീഫ് കൊടുക്കുന്നവർ ബീഫ് വെക്കുന്നു. അപ്പൊ കേക്കിനോടൊപ്പം ബീഫും കൊടുക്കണമെന്നാണ് എന്റെ അഭിപ്രായം. ഇതിൽ രാഷ്ട്രീയവും മതവും ഒന്നും തന്നെ കലർത്തുന്നില്ലല്ലോ. അപ്പൊ ബീഫ് കൊടുക്കാൻ ഇവർ തയ്യാറാണോ? കേക്ക് കൊടുക്കുന്ന BJP ബീഫ് കൊടുക്കാൻ തയ്യാറാണോ? ഇതാണ് എന്റെ ചോദ്യം. ബീഫും കൂടി വേണമെന്നാണ്. കേക്ക് കൊണ്ടുവരുമ്പോൾ ബീഫും BJP ബീഫ് നൽകാനും കേക്കിനോടൊപ്പം ബീഫ് കൊടുക്കാനും തയ്യാറാണ്. അത് ഈ ക്രിസ്മസുമായി ബന്ധപ്പെട്ട് ബീഫിന് എന്തെങ്കിലും പ്രത്യേകത? ബീഫ് ഒരു ഒത്തിരി ക്രിസ്മസുമായി ക്രിസ്ത്യാനികൾ കഴിക്കുന്നതാണ്, അത് ഹിന്ദുക്കളും കഴിക്കാറുണ്ട്, കൊടുക്കാറുണ്ട്. അത് ക്രിസ്ത്യൻസ് മാത്രമൊന്നുമല്ല, ബീഫ് എല്ലാവരും കഴിക്കുന്നത്, എല്ലാവരും കൊടുക്കാറുണ്ട്. BJP അതും കൊടുക്കാമല്ലോ, കേക്ക് മാത്രമായി നിർത്തണ്ട. ബീഫും കൊടുക്കാമെങ്കിൽ ബീഫും കൊടുക്കാം. ശരി, ഓക്കെ, എനിക്കത് ഇഷ്ടപ്പെട്ടു. പക്ഷെ നമ്മൾ അത്തരം ഒരു അഭിപ്രായം അവരെ എന്താ പറയുന്നത് നമുക്ക് നോക്കാം. വളരെ വ്യക്തമാണ് താങ്കളുടെ അഭിപ്രായം. കൃഷ്ണദാസ് എവിടെ നിന്നാണ് വിളിക്കുന്നത്? ശ്രീ കൃഷ്ണദാസ്, വിഷ്ണുദാസിന് കേൾക്കാമോ? കേൾക്കാം സാർ. എവിടെ നിന്ന് വിളിക്കുന്നു? പാലക്കാട് എവിടെ നിന്ന് വിളിക്കുന്നു? വടക്കഞ്ചേരി. ശരി, വടക്കഞ്ചേരിക്കാരനാണ്. വടക്കഞ്ചേരിയിൽ വളരെ വിപുലമായി ക്രിസ്മസ് ആഘോഷിക്കുന്ന ഒരു സ്ഥലമാണ് അല്ലേ? അതെ അതെ. ശ്രീ വിഷ്ണുദാസും ക്രിസ്മസ് ആഘോഷങ്ങളിലൊക്കെ പങ്കെടുത്തു കാണും. സ്വാഭാവികമായി ഗംഭീരമായി ഞങ്ങൾ എല്ലാ വർഷവും ക്രിസ്മസ് ആഘോഷിക്കാറുണ്ട് സാർ. കൂട്ടായി ആഘോഷിക്കുകയാണ് എല്ലാവരും ചേർന്ന്, നാട്ടുകാരെല്ലാം എല്ലാവരും. ഞങ്ങൾ ക്രിസ്മസ് ആഘോഷിക്കും, അതുപോലെ നബിദിനം ആഘോഷിക്കും, ഓണം, എല്ലാം ഞങ്ങൾ ആഘോഷിക്കും. എല്ലാം മാനവരാശിയുടെ നന്മയ്ക്കായി ഒന്നായി തീർച്ചയായും ആഘോഷിക്കാനുള്ളതല്ലേ സാർ? ആഘോഷിക്കുക എന്നുള്ളതാണ്. അതെ. അപ്പൊ ആളുകൾ അപ്പൊ ഈ കേക്ക് കൊണ്ടു കൊടുക്കുന്നതിൽ എന്തെങ്കിലും രാഷ്ട്രീയം കാണാനുണ്ട്? CPIക്ക് എന്തുകൊണ്ടായിരിക്കും ഇത്രയും ദേഷ്യം വരുന്നത് വിഷ്ണുദാസ്? അറിയില്ല, അവിടെ മത്സരം നടന്നതല്ലേ സാറേ. CPIക്ക് പരാജയപ്പെടേണ്ടി വന്നു. ചിലപ്പോൾ അതായിരിക്കും. കേക്കിനകത്ത് രാഷ്ട്രീയം എന്നുള്ളതായിട്ട് എനിക്ക് തോന്നുന്നില്ല. ഏതായാലും എല്ലാവരും കേക്ക് കഴിച്ച് നല്ല ആശയങ്ങൾ, ക്രൈസ്തവ അല്ലെങ്കിൽ ക്രിസ്തുദേവന്റെ ആശയങ്ങൾ, നമുക്ക് സ്നേഹത്തിന്റെയും നന്മയുടെയും ഒക്കെ ആശയങ്ങൾ നമുക്ക് ഉൾക്കൊള്ളാം അല്ലേ? യെസ്, വളരെയധികം. ഏതായാലും വളരെയധികം സന്തോഷം. രമേശൻ വിളിക്കുന്നത് തിരുവനന്തപുരത്താണ്. ശ്രീ രമേശൻ, തിരുവനന്തപുരത്ത് എവിടെ നിന്നാണ് വിളിക്കുന്നത്? തിരുവനന്തപുരം ചെമ്പൂരാണ്. ചെമ്പൂർ. ശ്രീ രമേശന് എന്തുകൊണ്ടായിരിക്കും CPIക്ക് ഈ BJPക്കാർ കൊണ്ടുവരുന്ന കേക്ക് വാങ്ങിക്കരുത് എന്ന് മേയറോട് പറയുന്നത് എന്തുകൊണ്ടായിരിക്കാം? ഞാനൊരു കാര്യം പറയട്ടെ സുഹൃത്തെ. പിന്നെ ഈ BJP കേക്ക്, CPI കേക്ക്, LDF കേക്ക്, UDF കേക്ക്, അങ്ങനെ ഒരു കേക്കൊന്നും ഇവിടെ ഇറങ്ങിയിട്ടില്ല. നമ്മുടെ ഈ തൊട്ടടുത്തുള്ള വീടുകളിൽ നമ്മളെ ചുറ്റുപാടും ജീവിക്കുന്നവരെ BJPക്കാരുണ്ട്, LDFകാരുണ്ട്, UDFകാരുണ്ട്, എല്ലാരും ഉണ്ട്. നമ്മളെ നല്ല രീതിയിൽ സൗഹാർദ്ദപരമായിട്ടാണ് നമ്മൾ ജീവിക്കുന്നത്. നിങ്ങൾ ഇതിന്റെ ഇടയിൽ കൊണ്ടുവന്ന BJP കേക്ക്, ആ കേക്ക്, ഈ കേക്ക് എന്ന് പറഞ്ഞ് നിങ്ങൾ ഒരു 3-4 ദിവസം കൊണ്ട് TV തുറന്നു നോക്കുമ്പോൾ നിങ്ങൾക്ക് BJPയുടെ ഇങ്ങനെ ഒരു വർഗീയത ഉണ്ടാക്കേണ്ട ഒരു സെറ്റപ്പാണെന്ന് തോന്നുന്നു. ഞങ്ങളെന്ന് വെച്ചാ ഞങ്ങളോ? മാധ്യമപ്രവർത്തകരോ? മൊത്തത്തിലല്ല, മാക്സിമം ഇതിലാണ്. ന്യൂസ് 8 എടുത്തു കഴിഞ്ഞാൽ BJP കേക്ക്, പിന്നെ BJP ക്രിസ്മസ്, ഇങ്ങനെയൊക്കെയുള്ള ഒരു. സതീഷ് തിരുവനന്തപുരത്ത് നിന്ന് നമുക്കൊപ്പം ചേരുന്നു. ശ്രീ സതീഷിന് കേൾക്കാമോ? കേൾക്കാം. സതീഷ് തിരുവനന്തപുരം അല്ല, തൃശ്ശൂർ. കേൾക്കും. തിരുവനന്തപുരം അല്ല, തൃശ്ശൂരാണ്. തൃശ്ശൂരാണ്, തിരുവനന്തപുരത്തല്ല. ഹലോ, സതീഷ് കേൾക്കാമോ? സതീഷ് തിരുവനന്തപുരം അല്ല, തൃശ്ശൂരാണ്. ശ്രീ സതീഷ് തൃശ്ശൂരിൽ നിന്നാണ് വിളിക്കുന്നത്. ഇവിടെ BJP ജയിച്ചത് മുതലുള്ള പ്രശ്നമാണ്. പറയൂ, കേൾക്കുന്നു. BJP ഇവിടെ ജയിച്ചത് മുതൽ ബാക്കിയുള്ള രാഷ്ട്രീയ പാർട്ടികൾക്കൊക്കെ ഭയങ്കര പേടി. ഇതിപ്പോ ആരെയും സഹിക്കാൻ പാടില്ല എന്നുള്ള ലെവലിലേക്ക് ഇവര് വളർന്നു. ഇവരിത് വളർന്നപ്പോ BJPക്ക് മാത്രം ഇവിടെ ജയിക്കാൻ പാടില്ല, ബാക്കിയുള്ളവർക്ക് മുഴുവൻ ജയിക്കുക. ഇവരൊക്കെ ജയിച്ചിരുന്നത് ഇവരെല്ലാവരും വോട്ട് വാങ്ങിച്ചിട്ടാ. അതുകൊണ്ടാണോ ഈ കേക്കിനെ എതിർക്കണമെന്ന് പറയുന്നത്? അതുകൊണ്ട് മാത്രമാണ്, വേറൊന്നും കൊണ്ടല്ല. എന്നും ഈ രണ്ട് വിഭാഗവും വിദ്യാഭ്യാസത്തോടെ ഇരിക്കണം എന്നുള്ള രണ്ട് രാഷ്ട്രീയ പാർട്ടികളുടെ മനോഭാവമാണ് ഇങ്ങനെ വളർന്നുകൊണ്ടിരിക്കുന്നത്. അതിനെ ബേസ് ചെയ്ത് മാത്രമാണ് ഇപ്പൊ ഈ കേക്ക് കൊടുത്തോണ്ടുള്ള അവരുടെ ദേഷ്യം. അല്ല, പക്ഷേ ഇവിടെ അതാണോ അത്? ഇദ്ദേഹം ഇടത് ചേരിയിൽ നിൽക്കുന്ന മേയറാണ്.
സുരേഷ് ഗോപി നല്ല കാൻഡിഡേറ്റ് ആണ് എന്ന ഒരു മേയർ, ഇടത് മേയർ പറയുമ്പോൾ അത് തെറ്റായ സന്ദേശം അവരുടെ വോട്ടർമാരിൽ എത്താൻ ഒരു വഴിവെക്കും. അങ്ങനെയൊക്കെയുള്ള ആശങ്കകൾ കൂടി അതിന്റെ പുറകിൽ ഉണ്ടായിക്കൂടെ? അങ്ങനെ ഉണ്ടോ? സത്യം പോലെ പറയുമ്പോൾ അതിന് രാഷ്ട്രീയത്തിന്റെ മൂല്യം നഷ്ടപ്പെടും. അല്ല, പക്ഷെ നമ്മളൊരു സ്ഥാനാർത്ഥിയെ നമ്മളൊരു പാർട്ടിയിൽ പെടുകയും ആ പാർട്ടിയുടെ ഒരു സ്ഥാനാർത്ഥിയെ വെക്കുകയും ചെയ്യുമ്പോൾ ആ സ്ഥാനാർത്ഥിക്കെതിരെ വേറെ നമ്മൾ തന്നെ പറയുന്ന ഒരു രീതി ഇല്ലല്ലോ കേരളത്തിൽ പൊതുവെ. നാളെ ഈ ക്രിസ്ത്യൻ സ്ഥാനാർത്ഥികളും മുസ്ലിം സ്ഥാനാർത്ഥികളടക്കം പലരും BJP-യിലേക്ക് ചിലപ്പോ വന്നുകൂടായിക്കില്ല. അപ്പൊ ഈ മേയറും നാളെ ചിലപ്പോ BJP-യിലേക്ക് വന്നുകൂടായിക്കില്ല. അല്ല, അതിപ്പോ BJP-യിൽ ജോർജ് കുര്യൻ മന്ത്രിയല്ലേ ഇവിടുന്ന്, അദ്ദേഹം നമ്മുടെ കേരളത്തിന്റെ മന്ത്രിയല്ലേ, അപ്പൊ അങ്ങനെ ആളുകൾക്ക് വരാം, അതിൽ തെറ്റില്ല. യെസ്, വ്യക്തമാണ്. ഞാൻ മേയറുടെ കാര്യം പറഞ്ഞത്. യെസ്, അപ്പൊ അദ്ദേഹം വരുമെന്ന പ്രതീക്ഷയിലാണ്. ആളും വരും. ഇതിപ്പോ കേക്ക് കൊടുത്തോണ്ട് ആള് വരുന്നല്ല, കേക്ക് കൊടുത്തത് ഒരു സ്നേഹത്തിന്റെ ആവശ്യം BJP-യുടെ ഒരു സ്നേഹയാത്രയുടെ ഭാഗമായിട്ടായിരിക്കും അവര് കേക്ക് കൊടുത്തത്. ശരി, യെസ്, വ്യക്തമാണ് താങ്കളുടെ അഭിപ്രായം. രവീന്ദ്രൻ എന്നൊരു പ്രേക്ഷകൻ നമുക്കൊപ്പം ചേരുന്നുണ്ട്. ശ്രീ രവീന്ദ്രൻ എവിടുന്നാണ് വിളിക്കുന്നത്? തൊടുപുഴയിൽ നിന്നാണ്. യെസ്. ശ്രീ രവീന്ദ്രന് എന്ത് തോന്നുന്നു, ഈ കേക്ക് കൊടുക്കുന്നതിന് പിന്നിൽ ചില രാഷ്ട്രീയ താല്പര്യങ്ങൾ ഉണ്ടോ? നാളെ എന്തെങ്കിലും ഒരു അപകടം പറ്റിയെന്ന് വിചാരിക്കും സുനിൽകുമാറിന്. അപ്പൊ സുനിൽകുമാറിന് ഏതെങ്കിലും ഒരു BJP-കാരൻ രക്തം കൊടുത്താൽ സ്വീകരിക്കുവോ സുനിൽകുമാർ? ഒരു അത്യാവശ്യ സമയത്ത് അങ്ങനെ ഒരു സംഭവം ഉണ്ടായ സുനിൽകുമാർ സ്വീകരിക്കുവോ? ഇതാണ് CPM. അതായത് ജനങ്ങളെ വേർതിരിക്കുക. ആരെങ്കിലും വോട്ട് ചെയ്ത് ആരെങ്കിലും ജയിക്കട്ടെ. അദ്ദേഹം ഇപ്പോൾ തൃശൂർ മേയറാണ്, ഈ വർഗീസ് എന്ന് പറഞ്ഞ ആള്. അദ്ദേഹത്തിന് കേക്ക് കൊടുക്കുന്നത് BJP-കാരനാണോ കോൺഗ്രസ്സുകാരനോ ആണോ എന്നൊക്കെ വേർതിരിച്ച് എന്തിനാണ് സുനിൽകുമാർ കാണുന്നത്? തോറ്റുപോയതിന്റെ ചമ്മസേനിലാണ് അദ്ദേഹം ഇപ്പോഴും കിടന്ന്. അദ്ദേഹത്തിന് യാതൊരു മാനസിക സുഖവും ഇല്ല. നല്ല ചികിത്സയ്ക്ക് അദ്ദേഹത്തെ വ്യക്തമാണ് താങ്കളുടെ അഭിപ്രായം. മധു എന്നൊരു പ്രേക്ഷകൻ നമുക്കിപ്പം ചേരുന്നത് എറണാകുളത്ത് നിന്നാണ്. ശ്രീ മധു, ഒരു രാഷ്ട്രീയ ചേരി കേൾക്കാമോ? എനിക്ക് കേൾക്കാം. ഒരു രാഷ്ട്രീയ ചേരി തെരഞ്ഞെടുപ്പിന് നേരിടുന്നു. സ്വാഭാവികമായും ആ രാഷ്ട്രീയ ചേരിയിലുള്ളവർ അവരെ പിന്താങ്ങുന്നു എന്നാണ് അവർ വിശ്വസിക്കുന്നത്. പക്ഷേ മറുചേരിയിലെ ആളുകളെ പുകഴ്ത്തുമ്പോൾ അതുണ്ടാക്കുന്ന രാഷ്ട്രീയ ആഘാതം തടയാനുള്ളൊരു മാർഗം സ്വീകരിക്കുന്നത് പോലെ കാണണോ സുനിൽകുമാറിൻ്റെ ഈ പ്രയോഗത്തെ? അതോ അദ്ദേഹത്തിൻ്റെ പൊതുവായുള്ള പരാജയത്തിൽ നിന്ന് വന്ന ഒരു അതൃപ്തിയിൽ നിന്ന് ഉരുത്തിരിയുന്ന വാക്കുകളായി കാണണോ അതിനെ? എനിക്ക് തോന്നുന്നു മധുവുമായുള്ള ടെലിഫോൺ ബന്ധത്തിൽ എന്തോ പ്രശ്നമുണ്ട്, അദ്ദേഹത്തിന് കേൾക്കാൻ കഴിയുന്നില്ല എന്ന് തോന്നുന്നു. ജോസഫ് ഫോർട്ട് കൊച്ചിയിൽ നിന്നാണ് നമുക്കൊപ്പം ചേരുന്നത്. ശ്രീ ജോസഫ്, ഫോർട്ട് കൊച്ചിയിൽ ഗംഭീരമായ ആഘോഷങ്ങൾക്കൊക്കെ പുതുവത്സരത്തെ വരവേൽക്കാനൊക്കെയുള്ള തയ്യാറെടുപ്പുകൾ നടക്കുകയാണ്. കേക്കുകൾ ധാരാളം ജോസഫിന് കിട്ടിക്കാണും. ഈ കേക്ക് വിവാദം എന്തെങ്കിലും പ്രസക്തിയുള്ളതാണ് എന്ന് ശ്രീ ജോസഫിന് തോന്നുന്നുണ്ടോ? സാറേ, അഡ്വാൻസായി ഹാപ്പി ന്യൂ ഇയർ ആശംസിക്കുന്നു. ഹാപ്പി ന്യൂ ഇയർ ജോസഫിനും കുടുംബത്തിനും ഫോർട്ട് കൊച്ചിയിലെ എല്ലാ ആളുകൾക്കും. സാറേ, ഞാൻ ഈ വിഷയത്തിലേക്ക് നേരിട്ട് വരാം. സാറേ, ഈ മേയർ എന്ന് പറഞ്ഞ വ്യക്തി ആദ്യം കോൺഗ്രസ്സുകാരനായിരുന്നു. അദ്ദേഹത്തിന് സീറ്റ് കിട്ടാതായപ്പോ അദ്ദേഹത്തിന്റെ ഡിവിഷനിലെ അദ്ദേഹം സ്വതന്ത്രനായിട്ട് അല്ലെങ്കിൽ റിബറായിട്ട് നിന്നു. അയാൾ ജയിക്കുന്നു. സ്വാഭാവികമായിട്ടും ഇടതുപക്ഷത്തിനോ UDF-നോ ഭൂരിപക്ഷമില്ലാത്ത സാഹചര്യത്തിൽ ഇടതുപക്ഷത്തിന്റെ സപ്പോർട്ടോടുകൂടി ഇദ്ദേഹം മേയറാവുന്നു. സ്വാഭാവികമായിട്ടും ഈ നാളിതുവരെ ഇടതുപക്ഷത്തിന്റെ എല്ലാ നയങ്ങളും എല്ലാ ആഗ്രഹങ്ങളും സാധിച്ചു കൊടുത്ത് മേയർ ഒപ്പിട്ട് ഇടതുപക്ഷ ഭരണം എന്ന് പറയുന്ന രീതിയിലാണ് തൃശൂർ കോർപ്പറേഷൻ പോയിക്കൊണ്ടിരിക്കുന്നത്. അദ്ദേഹം നിലവിൽ രണ്ടു പാർട്ടിയുടെയും ആളല്ല, UDF-ന്റെ ആളുമല്ല, LDF-ന്റെ ആളുമല്ല. അത് സ്വതന്ത്രം തന്നെയാണ്. എന്നാൽ ഔദ്യോഗിക പറഞ്ഞാൽ മേയറാണ്, തൃശൂരിന്റെ മേയറാണ്. ആ മേയർ എന്ന നിലയിൽ അദ്ദേഹത്തിന് സ്ഥാനമുണ്ട്, ബഹുമാനമുണ്ട്. BJP എന്ന വ്യക്തിയെ അല്ലെങ്കിൽ സുരേഷ് ഗോപി എന്ന വ്യക്തിയെ അദ്ദേഹം സപ്പോർട്ട് ചെയ്യുകയും തുടർന്ന് BJP-യുടെ സ്ഥാനാർത്ഥിയായി സുരേഷ് ഗോപി ജയിക്കുകയും ചെയ്തതിനു ശേഷം ഇദ്ദേഹത്തെ കാണാൻ BJP-യുടെ സംസ്ഥാന പ്രസിഡന്റ് ചെന്നതിൽ കുറ്റം കണ്ടെത്തിയ സുനിൽകുമാറിന്റെ നിലവാരമാണ് തൃശ്ശൂരിലെ ജനങ്ങൾ തിരിച്ചറിയേണ്ടതെന്നാണ് എനിക്ക് പറയേണ്ടത്. ഒരു ഭക്ഷണത്തിൽ അല്ലെങ്കിൽ ഒരു കേക്കിൽ എന്തിരിക്കുന്നു എന്ന് വിലയിരുത്തേണ്ടതാണ് ഈ സാഹചര്യം. അദ്ദേഹത്തിന് സ്വതന്ത്രമായി പ്രവർത്തിക്കാനും സ്വതന്ത്രമായി ചിന്തിക്കാനുള്ള ഒരു ലേബലുണ്ട്, സ്വാതന്ത്ര്യം തന്നെയാണ്. അദ്ദേഹം UDF-ന്റെ ആളല്ല, LDF-ന്റെ ആളല്ല. പക്ഷേ മേയർ എന്ന വ്യക്തിയെ
അധിക്ഷേപിച്ചത് സുനിലിന്റെ നിലവാരത്തിന് ചേർന്നതല്ല, ആ പ്രസ്ഥാനത്തിന് ചേർന്നതല്ല എന്നാണ് എനിക്ക് വ്യക്തിപരമായിട്ട് സുനിൽകുമാറിനോട് പറയാനുള്ളത്. വ്യക്തമാണ് താങ്കളുടെ അഭിപ്രായം. വളരെ നന്ദി ഈ ഇതിൽ പങ്കെടുക്കുകയും അങ്ങയുടെ അഭിപ്രായം വ്യക്തമാക്കുകയും ചെയ്യുന്നു. തോമസ് കെ സി ഒരു അഭിപ്രായം പറഞ്ഞിട്ടുണ്ട്. BJP ഷുഗർ ഇല്ലാത്ത സാധാരണക്കാരുടെ വീട്ടിൽ കൂടി കേക്ക് കൊടുക്കണം എന്നതാണ്. മേയർക്ക് മാത്രം കേക്ക് കൊടുക്കുന്നത് ശരിയല്ല എന്നാണ് തോമസ് കെ സിയുടെ അഭിപ്രായം. ഏതായാലും തോമസ് കെ സിക്ക് ആ നാട്ടിലെ BJPക്കാർ ഒരു കേക്ക് കൊടുക്കുമോ എന്ന് നമുക്ക് നോക്കിക്കാണാം. പൊതുവേദി പ്രേക്ഷകരാരെങ്കിലും ആ നാട്ടിലുണ്ടെങ്കിൽ അവർ അദ്ദേഹത്തിന് ഒരു കേക്ക് കൊടുക്കുമായിരിക്കാം. നാരായണൻ ചേരുന്നത് കാസർഗോഡ് നിന്നാണ്. ശ്രീ നാരായണൻ, ശ്രീ നാരായണൻ കേൾക്കാമോ? കേൾക്കാം. യെസ്. ശ്രീ നാരായണന് എന്ത് തോന്നുന്നു? ഇവിടെ ഇതിൽ രാഷ്ട്രീയത്തിൻ്റെ പങ്ക് എത്രേ? അതിനപ്പുറത്തേക്ക് BJP പ്രതിരോധം എത്ര? സാധാരണ ക്രിസ്മസിന് ഒരു കേക്ക് കൊടുക്കുന്നതിൽ സുരേന്ദ്രൻ കൊടുക്കുന്നതിൽ വലിയ അത്ഭുതമൊന്നുമില്ല. കാരണം ഒരു പൊളിറ്റീഷ്യൻ ലീഡറാണ്. അതിൽ വലിയ അത്ഭുതമൊന്നുമില്ല. അത് സുനിൽകുമാറിന് തൃശ്ശൂർ സീറ്റ് കിട്ടാത്തതിന്റെ ഒരു മനോവൈകല്യം, അത്രേ ഉള്ളൂ. അങ്ങനെയാണ് ശ്രീ നാരായൺ അതിനെ കാണുന്നത്. അല്ല, അതിൽ രാഷ്ട്രീയ നേതാക്കൾക്ക് കേക്ക് ക്രിസ്മസ് നല്ല ദിവസത്തിൽ കേക്ക് കൊടുക്കുന്നതിന്റെ കാര്യം. ശരി, യെസ്, വ്യക്തമാണ്. ശശിധരൻ എന്നൊരു പ്രേക്ഷകൻ വയലാറിൽ നിന്ന് നമുക്കൊപ്പം ചേരുന്നുണ്ട്. ശ്രീ ശശിധരൻ, ഇതൊരു സാധാരണ കേക്കല്ല എന്നാണ് സുനിൽകുമാർ വിശ്വസിക്കുന്നത്. മേയർക്ക് സ്ഥാനം നൽകിയിട്ടുള്ളത് ഇടത് പാളയത്തിൽ നിന്ന് ജയിച്ചവരാണ്. ചോറ് ഇവിടെയും കൂർ അവിടെയും മേയർ കാണിക്കുന്നു എന്നാണ് ആക്ഷേപം. അങ്ങനെ കാണണോ ഈ കേക്ക് വിവാദത്തെ? നമസ്കാരം മനു. നമസ്കാരം. എങ്ങനെയുണ്ടായിരുന്നു ക്രിസ്മസ് ഒക്കെ? ക്രിസ്മസ് ഞങ്ങൾ വിപുലമായി ആഘോഷിക്കാൻ ഒക്കെയുള്ള തയ്യാറെടുപ്പുകളിലായിരുന്നു. പക്ഷേ ചില ദുഃഖവാർത്തകൾ അതിനിടയിൽ വന്നു. ഇന്നലെ മിനിയാന്നും ദുഃഖവാർത്തകളായിരുന്നു. അതെ, അപ്പോൾ നല്ലൊരു പ്രധാനമന്ത്രി നഷ്ടപ്പെട്ട് ഞാൻ വിചാരിച്ചത് ഇന്ന് ആ വിഷയത്തെ പറ്റി വല്ല ചർച്ചയായിരിക്കും എന്നാണ്. അത് നമുക്കതൊരു ദിവസം ചർച്ച ചെയ്യേണ്ടതാണ്. എന്റെ ദൈവമേ, നമുക്കാർക്കും തന്നില്ലല്ലോ ഒരു കേക്ക് എന്നുള്ളൊരു സങ്കടത്തിലാണ് ഞാൻ ഇരിക്കുന്നത്. ശശിധരൻ ആരും തന്നില്ല, ഒരു കേക്കും തന്നില്ല, ഒരു മനുഷ്യനും തന്നില്ല. ഞാൻ വാങ്ങിച്ച് കഴിച്ചു എന്നുള്ളത് സത്യമാണ്. ആർക്കെങ്കിലും കേക്ക് കൊടുത്തോ? അതാണ് ഒരു ചോദ്യം. കൊടുക്കാനും നമുക്കെല്ലാരും പറഞ്ഞ പോലെ നമുക്കിവിടെ ആളുകൾക്ക് കേക്ക് കൊടുക്കണം, അപ്പോഴല്ലേ ആളുകൾ അടുത്ത വർഷം കേക്ക് ഇങ്ങോട്ട് വരുള്ളൂ. അല്ലല്ലല്ലല്ല, നമ്മളെ പങ്കെടുത്ത വന്നവർക്കൊക്കെ കേക്ക് കൊടുത്തു. കാരണം നമ്മള് പുറത്തോട്ട് അത് യാത്ര ചെയ്യാത്ത ആളൊക്കെയാണ്. അപ്പൊ ഇതിന്റെ പറയുമ്പോ ഞാൻ പറഞ്ഞു വന്നത്, ഈ സുനിൽകുമാറിന് ആരെങ്കിലും ഒരു കേക്ക് കൊണ്ട് കൊടുത്തിരുന്നെങ്കിൽ എന്തായിരിക്കും എന്റെ ദൈവമേ അവസ്ഥയെന്ന് ഞാൻ ആലോചിച്ചു പോവുകയാണ്. ഇപ്പൊ സുനിൽകുമാറിന് ഒരു കേക്ക് ആരെങ്കിലും രാഷ്ട്രീയ കക്ഷിയിൽ കൊടുത്താൽ വാങ്ങില്ലേ? നമുക്ക് ഈ വിഷയദാരിദ്ര്യം സംഭവിച്ചോ? എന്തെല്ലാം വിഷയം പറയാൻ കിടക്കുന്നു, എന്തെല്ലാം വിഷയം. കാരണം ഇതൊരു വിഷയമാക്കി എടുത്തത് തന്നെ ഒരു അല്പത്തരായി പോയി എന്നുള്ളതാണ് വ്യക്തിപരമായിട്ട് എന്റെ അഭിപ്രായം. ഞാൻ BJPയുടെ അനുഭവവും ഇല്ല, ഒരു പാർട്ടിയുടെ അനുഭവം ഒന്നുമില്ല. ഈ മതസൗഹാർദ്ദം എന്നൊക്കെ പിന്നെ എന്തിനാ ഇവരൊക്കെ പറയുന്നേ? അയാളിപ്പോ BJP മാറുമോ? ഒരു കേക്ക് കൊണ്ട് കൊടുക്കുമ്പോ അയാൾ രാഷ്ട്രീയം മാറുമോ? അതൊക്കെ അല്പത്തരാണ് മനു. അത് അതിനകത്ത് കൂടുതലൊന്നും ഇതിനകത്ത് പറയാനില്ല. അതിനകത്തൊന്നും രാഷ്ട്രീയം കണ്ടൊരു കാര്യമില്ല. യെസ്, വ്യക്തമാണ്. ശ്രീ രാജൻ കൊല്ലത്ത് നിന്ന് ചേരുകയാണ്. ശ്രീ രാജൻ, എന്തിനാണ് സുനിൽകുമാർ ഭയക്കുന്നത്? എന്തിനെ ആയിരിക്കണം സുനിൽകുമാർ ഭയക്കുന്നത്? പുള്ളി ഒരു ഡമ്മി സ്ഥാനാർത്ഥിയാണല്ലോ MA വർഗീസ്. അങ്ങോട്ട് ചാഞ്ഞാലും ഇങ്ങോട്ട് ചാഞ്ഞാലും ചിലപ്പോ സ്ഥാനം പോകുമെന്നുള്ള പേടി കൊണ്ടായിരിക്കാം. ഏതായാലും ഒരു ഞങ്ങളെ സംബന്ധിച്ചോളം ഈ ക്രിസ്ത്യാനികൾ സാധാരണഗതിയിൽ കേക്ക് മാത്രമല്ല ഇച്ചിരി വൈനൂടെ കൊടുക്കാറുണ്ട്. എനിക്കാന്ന് കേക്കും വൈനും കിട്ടി. സുനിൽകുമാറിന് സന്തോഷം, കേക്കും കിട്ടി, വൈനും കിട്ടി. അത് അങ്ങനെ ഇവിടെ ഉള്ളവര് കൊല്ലത്തുള്ളവര് വളരെ ഡീസന്റ് ആയിട്ടുള്ള ആൾക്കാരാ. അപ്പൊ ആ സുനിൽകുമാറിനൂടെ ഒരു കേക്ക് കൊടുക്കണ്ടായിരുന്നു. സുരേന്ദ്രനോട് പറഞ്ഞായിരുന്നേ ചെയ്തേനെ. ഞങ്ങൾ BJPക്കാർ അത്ര മണ്ടന്മാരൊന്നും അല്ല. പിന്നെ ഇതുപോലെ ഇവിടുന്ന് ബക്രൈദിന്റെ സമയത്ത് അങ്ങേ അറ്റത്തുനിന്നുള്ള ഒരു മുഹമ്മദ് കുഞ്ഞി കൊണ്ടുവന്ന് ഞങ്ങൾക്ക് മട്ടൺ കൊണ്ടു തന്നു 1 കിലോ. അപ്പൊ അങ്ങനൊക്കെ ഇവിടെ ഉണ്ട്. അങ്ങനെ ഞങ്ങൾ പിന്നെ ഇനിയിപ്പോ ഓണത്തിന് ഇനിയിപ്പോ പായസം വെച്ച് കൊടുക്കണം 2 പേർക്കും. ഇതേ നടക്കത്തുള്ളൂ ഇവിടെ. എന്തെങ്കിലുമൊക്കെ കൈമാറ്റമൊക്കെ ചെയ്ത് വേണം ജീവിക്കാൻ. അല്ലാതെ ഇങ്ങനെ ഈ മറ്റേ തരവും മറിച്ചേ തരവും പറഞ്ഞ് അങ്ങനെ ജീവിക്കുന്നത് ശരിയല്ലല്ലോ. വളരെ വ്യക്തമാണ് താങ്കളുടെ അഭിപ്രായം. ജോസഫ് ബാംഗ്ലൂരിൽ നിന്ന് നമുക്കൊപ്പം ചേരുന്നു. ശ്രീ ജോസഫ് നമ്മുടെ ഒരു സ്ഥിരം പ്രേക്ഷകനാണെന്ന് അറിയുന്നതിൽ സന്തോഷം. ബാംഗ്ലൂരിൽ അദ്ദേഹം പൊതുവേദി കാണുന്നു. അവിടുത്തെ
മലയാളികളൊക്കെ ഈ കേക്ക് വിവാദത്തെ എങ്ങനെയാണ് ശ്രീ ജോസഫ് കാണുന്നത്? അത് തള്ളിക്കളയുകയാണോ അതോ ഇത് വലിയ ഒരു പ്രശ്നമാണ് എന്ന തരത്തിൽ നോക്കിക്കാണുന്നുണ്ടോ? ഇതിനെ രണ്ടു തരത്തിൽ കാണാനാണ് എനിക്ക് താല്പര്യം. ഒന്ന്, ഈ സുനിൽകുമാർ ഇത്ര അല്പനായിപ്പോയല്ലോ. ഒരു മുൻ മന്ത്രിയൊക്കെയാണ്. നമ്മൾ സ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ ഈ മുട്ടായിക്ക് വേണ്ടിയിട്ട് അവനും വേണ്ട മുട്ടായി പിടിച്ചോണ്ട് പോയി, അല്ലെങ്കിൽ അവന് ഈ മുട്ടായി തന്നില്ല എന്നൊക്കെ പറഞ്ഞ് നമ്മൾ വഴക്കുണ്ടാക്കിയ ചരിത്രങ്ങൾ താങ്കൾക്കും ഉണ്ടായിരിക്കും ഒരു പക്ഷേ. ഒരു കേക്ക് ഒരാൾക്ക് കൊണ്ട് കൊടുത്തതിനകത്ത് രാഷ്ട്രീയം കാണുന്ന ഈ സുനിൽകുമാറിനോട് രണ്ടു തരത്തിൽ ഞാൻ പറഞ്ഞ രണ്ടാമത്തെ തരം എന്ന് പറഞ്ഞാൽ, ഈ അജിത് കുമാർ DGP ഈ കംപ്ലീറ്റ് പൂരം കലക്കുകയും അതിന്റെ അതുകൊണ്ടാണ് ഞാൻ തോറ്റെന്ന് പുള്ളി അവകാശപ്പെടുകയും ചെയ്തിട്ടും ഈ അജിത് കുമാറിന് DGP ആയിട്ട് പ്രൊമോട്ട് ചെയ്യുക ഈ പിണറായി വിജയനോട് ഒരു അക്ഷരം മിണ്ടാനായിട്ട് നാക്കി എങ്ങനെ പൊങ്ങിയില്ലല്ലോ. അതെന്തുകൊണ്ട് അങ്ങനെ പറയാൻ സാധിക്കുന്നില്ല? അപ്പം ഈ കേരളത്തിലെ രാഷ്ട്രീയം എന്തുമാത്രം രാഷ്ട്രീയ നേതാക്കന്മാർ എന്തുമാത്രം അസംതരിച്ചിരിക്കുന്ന തെളിവാണ്. അദ്ദേഹം കൊണ്ടൊരു കേക്ക് കൊടുത്തിട്ട് ആർക്കും വേണേലും കൊടുക്കട്ടെ, അതിനെന്താ എന്ത് തെറ്റിരിക്കുന്നു? ഞാനൊരു കോൺഗ്രസ്സുകാരനാ, എനിക്കൊരു കേക്ക് ഒരു BJP കാരൻ കൊണ്ട് തന്നെ ഞാൻ നോക്കത്തില്ല. എനിക്കൊരു കേക്ക് കൊണ്ട് തന്നു മാത്രമേ ഞാൻ മനസ്സിലാക്കത്തുള്ളൂ. അതിനകത്ത് അതിൽ കവിഞ്ഞൊന്നും കാണേണ്ട ഒന്നും അതിനകത്തില്ല. എനിക്ക് തോന്നുന്നത് ചിലപ്പോൾ ഈ നേരത്തെ ഈ സുരേഷ് ഗോപി നല്ല സ്ഥാനാർത്ഥിയാണെന്ന് അദ്ദേഹം പറഞ്ഞിരുന്നല്ലോ. അപ്പോൾ അത് സുനിൽകുമാറിനെ വേദനിപ്പിച്ച് കാണണം, അങ്ങനെയും കരുതാം അല്ലേ? തീർച്ചയായിട്ടും. അതേപോലെ ഞാൻ രണ്ടു തരത്തിൽ കേക്കിനകത്ത് രാഷ്ട്രീയം കാണുന്നത് തെറ്റാണെന്നാണ് ഞാൻ പറഞ്ഞത്. പുള്ളി മുമ്പ് നല്ല കാൻഡിഡേറ്റ് ആണ് പറഞ്ഞത് ശരിയാണ്. അടുത്ത പ്രേക്ഷകൻ, ഏതായാലും ഈ ക്രിസ്മസ് ദിവസത്തിൽ കെ സുരേന്ദ്രൻ MK വർഗീസിൻ്റെ വീട്ടിലെത്തി കേക്ക് മാറിയതിനെ ചൊല്ലി ഉള്ള വിവാദം ശക്തമാകുകയാണ്. മേയറുടെ BJP അനുകൂല നീക്കങ്ങൾ നേരത്തെ തന്നെ വിമർശന വിധേയമായിരുന്നു. മേയർ BJP പാളയത്തിലേക്ക് എന്ന് ഉറപ്പിക്കുകയാണ് CPI ഈ വിഷയം ശക്തമായി ഉന്നയിക്കുന്നു. ഏതായാലും ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം പെട്ടെന്ന് മടങ്ങിയെത്താം. ഷോർട്ട് ബ്രേക്ക്. യെസ്, ശ്രീ പ്രേമൻ കണ്ണൂരിൽ നിന്ന് നമുക്കൊപ്പം ചേരുന്നു. ശ്രീ പ്രേമൻ, ഇവിടെ ഒരു കേക്ക് വലിയ വിവാദമാവുകയാണ്. ക്രിസ്മസിന് സ്നേഹ സന്ദേശ യാത്രയുമായി BJP പ്രവർത്തകരെത്തുന്നു, കേക്ക് കൊടുക്കുന്നു. മറ്റ് ഒരു വിമർശനം മറുവശത്ത് ഉയരുന്നത്, കേക്ക് കൊടുക്കുന്നവർ പക്ഷേ പുൽക്കൂട് തകർക്കുന്നവരെ ശക്തമായി അപലപിക്കുന്നില്ല എന്നൊരു വശത്ത് അങ്ങനെ ആരോപണം ഉയരുന്നു. ഏതായാലും ഈ മേയർ കേക്ക് സ്വീകരിക്കുമ്പോൾ അത് BJPക്ക് ഒരു രാഷ്ട്രീയ നേട്ടമായി എന്ന് ശ്രീ പ്രേമൻ കരുതുന്നുണ്ടോ? ഒരിക്കലും ഇല്ല. അതായത് അതൊരു സ്നേഹത്തിന്റെ ഇതാണ്. ഹലോ, കേൾക്കാം പറയൂ. കേൾക്കാലോ. ഇത് ഇപ്പോൾ ഉള്ള പരിപാടി എന്നല്ല, മുന്നിലുള്ള പരിപാടിയാണ്. ഇപ്പം ഒരു BJP കാരനൊപ്പം 2 മാർക്ക് ചേർന്നാലും പിറ്റേന്ന് പോയിട്ട് പറയും ജീവനെ പറഞ്ഞതിന് BJP കാരനാണ്, അല്ല മറ്റവനെ പെരുന്ന് നടക്കുമ്പോ നീ മറ്റവനാണ്, നീ എന്നെ പെരുന്നാണ്. ഇതിപ്പോൾ തുടങ്ങിയൊന്നല്ല, ഇതിപ്പം തലപ്പത്ത് കേക്ക് കൊടുത്തോണ്ടൊരു പ്രശ്നമാണ്. ഇത് മുൻനിരയിലുള്ള ഒരു കാര്യങ്ങളാണ്. പിന്നെ രണ്ടാമത് ഞാൻ കുറെ ദിവസമായി കാത്തു നിന്നേന് ന്യൂസ് 18 ഒരു കേക്ക് കിട്ടുമെന്ന് വെച്ചിട്ട് വൈനലാക്കി വെച്ചിട്ട് കാത്തു നിന്നേനു. നോക്കുമ്പോ ഇവിടുന്ന് മേടിച്ച് വൈനിൽ മുക്കിട്ട് കഴിച്ചു. പിന്നെ നമുക്കിവിടെ കൊണ്ടുതരാൻ ആരുമില്ല, ക്രിസ്മസിന്റെ ആൾക്കാരൊന്നും ആരുമില്ല. അതുകൊണ്ട് കേക്ക് സ്വന്തമായിട്ട് തന്നെ വാങ്ങിക്കണം. ഇതിലൊന്നും അതിനൊരു കാണേണ്ട ആവശ്യമൊന്നുമില്ല. ഇത് തമ്മിലാണ്. പിന്നെ സുരേഷ് ഗോപി പോയി കണ്ടിയ സുരേഷ് പിന്നെ കേന്ദ്രത്തിന്റെ ഒരു മന്ത്രിയും പിന്നെ ഒരു മേയർ ആയിരിക്കും നമ്മളെ വികസനത്തിൽ അയാളെ കൊണ്ട് കഴിയുന്ന ചെയ്യിക്കുക. അതിലത് കാണണ്ടോ? നാട് വികസിക്കുക. ഇത് രാഷ്ട്രീയം പറഞ്ഞിട്ട് അമ്മത്തേക്ക് മരിക്കുന്നല്ലേ. ഏത് പാർട്ടി ഭരിച്ചു കഴിഞ്ഞാലോ നാടിന് വികസനം വരിക, അതാണ് വേണ്ടത്. വ്യക്തമാണ്. ഏതായാലും താങ്കളുടെ പറയുമ്പോലെ നായത്ത് അമ്മത്തേക്ക് പന്നി കുന്നുകയറാന്ന് പറഞ്ഞു. അനിൽകുമാർ നമുക്കൊപ്പം ബാംഗ്ലൂരിൽ നിന്ന് ചേർന്ന്. വളരെ നന്ദി ശ്രീ പ്രേമൻ. അനിൽകുമാർ, ബാംഗ്ലൂരിൽ നിന്ന് ഗുഡ് ഈവനിങ്. ഒരുപാട് പ്രേക്ഷകർ നമ്മുടെ പൊതുവേദിയിലേക്ക് വിളിക്കുന്നുണ്ട്. ശ്രീ അനിൽകുമാറും ഇപ്പോൾ ബാംഗ്ലൂരിൽ നിന്ന് വിളിക്കുന്നു. അപ്പോൾ ബാംഗ്ലൂരിൽ മലയാളികൾ പൊതുവേദി കാണുന്നു എന്നത് വളരെ സന്തോഷം നൽകുന്ന ഒരു കാര്യമാണ്. ശ്രീ അനിൽകുമാർ, ഈ വിവാദത്തെയൊക്കെ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്?
ഇത് കേട്ടാൽ തന്നെ എനിക്ക് വളരെ ഒരു ഷെയിംഫുൾ ആയിട്ട് തോന്നി. ഒരു ലൂസറിന്റെ ഒരു ഫ്രസ്ട്രേഷനാണ് സുനിൽ കുമാറിന്റെ പറച്ചിൽ കേൾക്കുന്നത്. കാരണം ഇത് ഒന്നും രണ്ടല്ല. എപ്പോ നോക്കിയാലും ഈ സെയിം വിഷയം ഇറ്റ് ഇസ് ബിക്കമിങ് സോ ചീപ്പ് എന്ന് പറഞ്ഞ ഒരു ഫ്രസ്ട്രേറ്റഡ് ലൂസറിന്റെ ഒരു ഇതാണ്. ഒരു കേക്കിന് വെച്ചിട്ട് ഇത്രയും വലിയൊരു കോൺട്രവേഴ്സി ഉണ്ടാക്കാനായിട്ട്. ഡോണ്ട് യു തിങ്ക്? അല്ല, പക്ഷേ ഇതിൽ ഒരു പക്ഷേ ഈ തെരഞ്ഞെടുപ്പിന് മുന്നേ സുരേഷ് ഗോപി വോട്ട് ചോദിച്ചു ചെന്നതും സുരേഷ് ഗോപിയുമായി മേയർ സംവദിച്ചതും ഒക്കെ സുനിൽകുമാറിനെ അരോസരപ്പെടുത്തുന്നുണ്ടോ? BJP ഒരു കൈ അകലത്ത് മാറ്റി നിർത്തണമെന്ന് നിരന്തരം ആവശ്യപ്പെടുമ്പോൾ അതിനപ്പുറത്തേക്ക് അവരെ സൗഹൃദ വലയത്തിനുള്ളിൽ കൊണ്ടുവരുമ്പോൾ രാഷ്ട്രീയപരമായതൊരു തിരിച്ചടിയാകും എന്ന കാൽക്കുലേഷൻ കൂടിക്കൊണ്ടാണോ അങ്ങനെ പറയുന്നത്? അല്ല, എനിക്ക് തോന്നുന്ന ഒരു ലൂസറിന്റെ ഒരു ഫ്രസ്ട്രേഷൻ ആണ്. കാരണം ഒന്ന് രണ്ടല്ല, ഇത് കണ്ടിന്യൂസ് ആയിട്ട് ഓരോ വിഷയം എടുത്തിട്ട് ഇതന്നെ പോയിന്റിലേക്ക് തിരിച്ച് ഇവിടേക്ക് തന്നെ എത്താണ്. പോരാത്തന്നെ CPI ഇസ് ഓൾമോസ്റ്റ് എ ഡെഡ് പാർട്ടി. ഇറ്റ് ഇസ് വെറും ആകെ എന്തിട്ട പാർട്ടി CPI കേരളയിൽ ആകെ 2, 3, 5, ജസ്റ്റ് ടെയിൽ. നാഷണലി ഇറ്റ് ഇസ് ഡെഡ്. യെസ്, വ്യക്തമാണ് താങ്കളുടെ അഭിപ്രായം. സുധാകരൻ കൂടത്തിൽ എന്നൊരു പ്രേക്ഷകൻ യൂട്യൂബിൽ എഴുതുന്നു, മൻമോഹൻ സിംഗിൻ്റെ മരണത്തെക്കുറിച്ചാണ്. കഴിവുള്ളൊരു പ്രധാനമന്ത്രിയായിരുന്നു, പക്ഷേ സോണിയുടെ കയ്യിലായിപ്പോയി കടിഞ്ഞാൻ എന്ന്. അത് സ്വാഭാവികമായും പാർട്ടി ആണ് ഒരു തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത്, പാർട്ടിയാണ് ഒരു പ്രധാനമന്ത്രിയെ പ്രഖ്യാപിക്കുന്നത്. സ്വാഭാവികമായും ആ പാർട്ടിയുടെ നിയന്ത്രണത്തിലാകുന്നതിൽ തെറ്റുണ്ടോ എന്ന് എനിക്കറിയില്ല. അങ്ങനെയാണല്ലോ എല്ലാ പാർട്ടിയിലെയും പ്രധാനമന്ത്രിമാർ. അങ്ങനെയല്ല, ഞാൻ പാർട്ടിക്ക് അതീതനാണെന്ന് പറയുന്ന ഒരു പ്രധാനമന്ത്രിയോ മുഖ്യമന്ത്രിയോ നമുക്ക് ഉണ്ടോ എന്ന് എനിക്കറിയില്ല. ഏതായാലും ശ്രീ സുകുമാർ കൂടത്തിൽ അങ്ങനെ പറയുന്നു. മറ്റൊരു സുകുമാരൻ നമുക്കൊപ്പം ചേരുന്നത് കണ്ണൂരിൽ നിന്നാണ്, അല്ലേ ശ്രീ സുകുമാരൻ? ശ്രീ സുകുമാരൻ കേൾക്കാമോ? എനിക്ക് തോന്നുന്നു സുകുമാരൻ്റെ ടെലിഫോൺ ലൈൻ. മനോജ് കോട്ടയത്ത് നിന്ന് നമുക്കൊപ്പം ചേരുന്നു. ശ്രീ മനോജ് കോട്ടയത്ത് നിന്നാണ് വിളിക്കുന്നത്, അല്ലേ? അതെ അതെ, കോട്ടയത്ത് നിന്നാണ്. ശ്രീ മനോജ് കോട്ടയത്തായതുകൊണ്ട് നല്ല കേക്ക് കിട്ടിക്കാണും. അവിടെ വിപുലമായ ക്രിസ്മസ് ആഘോഷം നടക്കുമെന്ന കാര്യം ഉറപ്പാണ്. ഞങ്ങളുടെ നാട്ടിലൊക്കെ കേക്ക് ധാരാളം കിട്ടാറുണ്ട്, കൊടുക്കാറുണ്ട്, ഇതൊക്കെ ശരിയാണ്. പക്ഷെ ഇവിടെ കേക്ക് അല്ലല്ലോ പ്രശ്നം. ഈ കലക്കവെള്ളത്തിൽ മീൻ പിടിക്കുക എന്നൊരു സിസ്റ്റമാണ് ഇപ്പൊ BJP സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം അവർക്ക് രാഷ്ട്രീയം പറഞ്ഞുകൊണ്ട് ഈ നാട്ടിലൊന്നും ചെയ്യാൻ പറ്റില്ല. നമുക്ക് ഏറ്റവും വലിയൊരു ഉദാഹരണമാണ് ഗ്യാസിന്റെ വില. അതായത് 480 രൂപ ഉണ്ടായിരുന്ന ഗ്യാസ് ഇപ്പോൾ നമ്മൾ 1100, 200 രൂപ കൊടുത്ത് വാങ്ങണം. ഈ വിഷയങ്ങളൊക്കെ മറയ്ക്കുന്നതിന് വേണ്ടി ഇതുപോലെ ഒരു ഗ്രഹസന്ദർശനം, അതുപോലെ തന്നെ നമ്മുടെ വടക്കേന്ത്യയിലുണ്ടായ ക്രൈസ്തവർക്കെതിരെയുള്ള ആക്രമണങ്ങൾ, അതിനൊക്കെ ഇവർക്കൊരു വ്യക്തത ഇല്ലാത്തത് കൊണ്ട് ഇവർ ഇതുപോലെയുള്ള സാഹചര്യങ്ങൾ ഉണ്ടാക്കിയിട്ട് ഇവിടെ കടന്നു കയറാൻ ശ്രമിക്കുന്ന ഒരു സംവിധാനമാണ്. സുനിൽകുമാർ പറഞ്ഞതിലൊന്നും വലിയ തെറ്റൊന്നുമില്ല. അദ്ദേഹം പറഞ്ഞതിന്റെ കൂട്ടത്തില് ആ പാർലമെന്റ് ഇലക്ഷനിൽ സംഭവിച്ച കാര്യങ്ങളോട് കോട്ട് ചെയ്ത് പറയണമായിരുന്നു. അവിടെയാണ് ഈ കേക്ക് മാത്രമായി പ്രൊജക്ട് ചെയ്യാനുള്ള കാരണം. പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ സുരേഷ് ഗോപിയെ ജയിക്കാൻ ഉതകുന്ന തരത്തിൽ മേയർ പെരുമാറി എന്ന ഒരു ആക്ഷേപം. അതെ, മേയറുടെ ബോഡി ലാംഗ്വേജിൽ തന്നെയുണ്ട് കൃത്യമായി അയാൾക്ക്. അതായത് നെയ്യപ്പം തിന്നാൽ 2 ഗുണം എന്ന് പറയുന്നത് പോലെ ഒരു സിസ്റ്റം അയാളുടെ ബോഡി ലാംഗ്വേജിൽ തന്നെയുണ്ട്. അതാണ് ഇവിടുത്തെ പ്രശ്നം. പക്ഷേ ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ ശ്രീ മനോജ്, ഈ ഒരാൾ നമ്മളെ വീട്ടിൽ ക്രിസ്മസ് ദിനത്തിൽ കേക്കുമായി വരുന്നു, BJP-കാരായിക്കോട്ടെ, അപ്പൊ നമ്മൾ എന്ത് ചെയ്യാൻ കഴിയും എന്നാണ് മേയർ ചോദിക്കുന്നത്. എന്ത് ചെയ്യാൻ കഴിയും? ലോകനാഥനെ കാത്തു നിൽക്കുകയാണ് വീട്ടിന്റെ മുന്നിൽ, BJP-കാരാണ് വരുന്നത്, എന്ത് ചെയ്യാൻ കഴിയും? അതെ 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 അതെ, അതാണ് അവരുടെ ഏറ്റവും വലിയ തന്ത്രം. അത് മനസ്സിലാക്കേണ്ട ആള് ശരിക്കും ആരായിരുന്നു? മേയർ ആയിരുന്നു. മേയർ അത് മറ്റൊരു ദിവസത്തേക്ക് സന്ദർശനം വെച്ചിരുന്നെങ്കിൽ ഈ പ്രശ്നമില്ലായിരുന്നു. അവിടെയാണ് ഈ പ്രശ്നമുണ്ടായത്. അവിടെ അതായത് ഒരു വിവാദത്തിലേക്ക് ഇതിനെ കൊണ്ടെത്തിക്കുക എന്നുള്ള സുരേന്ദ്രന്റെ ഒരു തന്ത്രം തന്നെയാണ് ഇതിന്റെ പിന്നില്. കാരണം വിവാദങ്ങൾ ഉണ്ടായാൽ മാത്രമേ സുരേന്ദ്രന് നിലനിൽക്കാൻ പറ്റുകയുള്ളൂ. അദ്ദേഹത്തിന്റെ ആ പ്രവർത്തനങ്ങൾ കൊണ്ട് ഇവിടുത്തെ BJP-യുടെ വളർച്ച എന്തുമാത്രം ഉണ്ടെന്നുള്ളത് നമുക്ക് ഊഹിച്ചെടുക്കാവുന്നതേ ഉള്ളൂ. അപ്പൊ അദ്ദേഹം എന്തോ ഒരു വലിയ സംഭവമാണ് എന്ന് വരുത്തി തീർക്കാൻ ഇതുപോലുള്ള ഗ്രഹസന്ദർശനങ്ങളും കാര്യങ്ങളും. അതാണ് ഞാൻ ഇത് തന്നെയാണ് പറഞ്ഞത്. നമ്മുടെ മണിപ്പൂരിലുണ്ടായ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിന്റെ നിലപാട് എന്താണ് വ്യക്തമായി ഇന്നുവരെ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ക്രൈസ്തവരോട് ഇപ്പൊ ഭയങ്കര സ്നേഹമാണ് അദ്ദേഹത്തിന്. ആ സ്നേഹം ജനങ്ങളെ ഭിന്നിപ്പിക്കാതിരിക്കാനും ജനങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം കൊടുക്കുന്ന ഒരു സംവിധാനം അദ്ദേഹത്തിന്റെ നേതൃത്വങ്ങൾ എവിടെയെങ്കിലും പറഞ്ഞതായിട്ട് നമ്മൾ കേട്ടിട്ടുണ്ടോ? അല്ല, ഞാൻ ചോദിക്കുന്നത്, ഈ കേക്കൊക്കെ ഇങ്ങനെ കൊടുക്കുമ്പോൾ ഈ പുൽക്കൂട് തകർക്കുന്നവർക്കൊക്കെ ഇത് കണ്ട് ഇതല്ല നമ്മുടെ പാർട്ടിയുടെ നയം എന്ന് തോന്നുമോ മനോജ്?
അല്ല, അത് അവരുടെ നേതൃത്വം കൃത്യമായി സന്ദേശം കൊടുക്കേണ്ടതാണ്. ഇവിടെ ആർക്കും ആരുടെ ആചാരങ്ങൾ തടസ്സപ്പെടുത്താനായിട്ട് ആർക്കും അനുവാദമില്ല. അതൊരു വസ്തുതാപരമായ ഇതാണ്. നമ്മുടെ ഭരണഘടനയുടെ ഒരു സംവിധാനമാണത്. എല്ലാവരെയും തുല്യരായി കാണണം. അതിന് ഒരു ശ്രമം നടത്തുന്ന ഒരു സംവിധാനമായിട്ട് BJPയുടെ പ്രവർത്തനം എനിക്ക് തോന്നിയിട്ടില്ല, എന്റെ കാഴ്ചപ്പാട്. യെസ്, വ്യക്തമാണ് ശ്രീ മനോജിന്റെ പ്രതികരണം. ജിതിൻ തിരുവനന്തപുരത്ത്. ജിത്തോ തിരുവനന്തപുരത്ത് എവിടെ നിന്നാണ് വിളിക്കുന്നത്? ജിത്തോ, ഞാൻ ട്രിവാൻഡ്രത്ത് നിന്ന് പ്രാവച്ചമ്പലം. പ്രാവച്ചമ്പലം. യെസ്, ശ്രീ ജിത്തുവിന് എന്തു തോന്നുന്നു? ഈ ഒരു മേയർ, അദ്ദേഹം ഒരു അവസരം മുതലാക്കി അദ്ദേഹത്തിനെ മേയറാക്കേണ്ട ഒരു സാഹചര്യം ഇടതുമുന്നണിക്ക് വന്നു. അദ്ദേഹം ജയിച്ചത് സ്വതന്ത്രനായി അദ്ദേഹം ജയിക്കുന്നു. മറ്റൊരു മാർഗവുമില്ലാതെ അദ്ദേഹത്തെ മേയറാക്കുന്നു. നെട്ടിശ്ശേരിയിൽ നിന്ന് ജയിച്ച വർഗീസ് അങ്ങനെ ഇടത് കാഴ്ചപ്പാടുള്ള ഒരാളല്ല എന്ന് എല്ലാവർക്കും അറിയാം. അപ്പോഴത് ഒരു തലവേദനയായി മുന്നണിക്ക് മാറുകയാണ്. ഒരിക്കലും അല്ല. ഈ കേക്ക് വിഷയത്തിൽ രാഷ്ട്രീയം ചേർക്കേണ്ട കാര്യമില്ല. രാഷ്ട്രീയം വലിച്ചഴക്കുന്നതേ വലിയ തെറ്റാണ്. ക്രിസ്മസ് വർഷത്തിലൊരിക്കൽ നമ്മൾ ആഘോഷിക്കുന്ന ഒരു സമ്പ്രദായമാണ്. അങ്ങനെ ഒരു 2024 എന്നാൽ ക്രിസ്മസ് വിപുലമായി ആഘോഷിച്ച് കളയാം എന്ന നിഷ്കളങ്കമായ ആത്മാർത്ഥമായ സ്നേഹത്തോടുകൂടി കെ സുരേന്ദ്രൻ ഒരു കേക്കുമായി വന്നു എന്ന് സുനിൽകുമാർ എന്തുകൊണ്ടാണ് പിന്നെ വിശ്വസിക്കാത്തത്? അത് അയാളുടെ നിലപാടായിരിക്കാം. അയാളുടെ കാഴ്ചപ്പാടിൽ അയാൾക്ക് അങ്ങനെ തോന്നിയതാവാം. അപ്പോൾ ഇതിൽ യാതൊന്നും സംശയിക്കാനില്ല എന്നാണ് അല്ലേ? അതെ അതെ, യെസ്, വ്യക്തമാണ് താങ്കളുടെ അഭിപ്രായം. രഘുനന്ദൻ എന്നൊരു പ്രേക്ഷകൻ നമുക്ക് ഒപ്പം ചേരുന്നു. അദ്ദേഹം പറയുന്നത് സ്നേഹത്തോടു കൂടി കൊടുക്കുന്നതിൽ പ്രശ്നമില്ല, ഇവിടെ എന്തുദ്ദേശത്തിൽ കൊടുക്കുന്നു വാങ്ങുന്നു എന്നുള്ളതാണ് പ്രധാന വിഷയം എന്നാണ് അദ്ദേഹത്തിൻ്റെ രഘുനന്ദനിൻ്റെ ഒരു അഭിപ്രായം. BJP ആട്ടിൻതോലിട്ട ചെന്നായ്ക്കളെ പോലെയാണെന്ന് പറയുന്നു തോമസ് മാത്യു. ഒപ്പം രാജൻ തൃശ്ശൂരിൽ നിന്നാണ് വിളിക്കുന്നത് അല്ലേ? അതെ അതെ അതെ. ശ്രീ രാജന് ഈ കേക്ക് കൊണ്ടുവന്ന കെ സുരേന്ദ്രൻ തീർത്തും നിഷ്കളങ്കമായി ഒരു കേക്കുമായി ക്രിസ്മസ് ആഘോഷിക്കാൻ ഒരു ക്രൈസ്തവൻ്റെ വീട്ടിൽ വന്നു എന്നാണോ തോന്നുന്നത്? കേക്കിനുള്ളിൽ പൊതിഞ്ഞൊരു രാഷ്ട്രീയ ആയുധവുമായി വന്നു എന്നാണോ തോന്നുന്നത്? അതില് രണ്ടാമത് പറഞ്ഞൊരു ഓപ്ഷൻ കറക്റ്റ് ആയിരിക്കും. കാരണം ഇന്ന് കാലത്ത് താങ്കളുടെ ചാനലിലാണ് നമ്മുടെ സുനിൽകുമാർ സംസാരിക്കുന്നത്. സുനിൽകുമാർ വ്യക്തമായിട്ടും പറഞ്ഞിട്ടുണ്ട്. കാരണം ഇത് CPIയുടെ വിഷയമല്ല, ഞാൻ പറഞ്ഞു എന്നാണ് വ്യക്തമായിട്ട് പറഞ്ഞത്. അപ്പോ സുരേന്ദ്രൻ കേക്ക് ആർക്കോ കൊണ്ടു കൊടുത്തോട്ടെ, അതവിടെ ചോദ്യചിഹ്നമല്ല. പക്ഷേ തൃശൂർ മേയറെ കഴിഞ്ഞ ഈ തെരഞ്ഞെടുപ്പില് സുരേഷ് ഗോപിക്ക് നല്ല സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ അവിടെ ഒരു രാഷ്ട്രീയമില്ലേ? അപ്പോ ഇവിടെ സംഭവിക്കുന്നത് എവിടെയാണോ ചാഞ്ഞു കെടുക്കുന്നത് അവിടെ ഓടിക്കേറാൻ സുരേന്ദ്രൻ ശ്രമിച്ചു. പക്ഷെ അത് സുരേന്ദ്രന്റെ കഴിവ്. അത് മനസ്സിലാക്കി അതെന്ന് കൊടുക്കരുതാമായിരുന്നു. അപ്പോ സുനിൽകുമാർ വ്യക്തമായിട്ട് LDF എന്ന ഇതിലാണ് ഇപ്പോ നമ്മുടെ മേയർ നിൽക്കുന്നത്. അപ്പോ വിമർശിക്കുന്നത് സുനിൽകുമാർ വ്യക്തമായിട്ട് അയാളുടെ ഒരു വ്യക്തിത്വം പറയാൻ പാടില്ല. അതിപ്പോ മറ്റുള്ള ഇപ്പൊ താങ്കളുടെ ചാനലിലാണ് ഈ സാധനം ഇഷ്യൂ ചെയ്ത് വന്ന് മറ്റുള്ള ചാനലില് CPI എതിർത്തിരിക്കുന്നു. എന്താണ് CPI എതിർത്തിരിക്കുന്നത്? ഇവിടെ എവിടെയാണ് CPI എതിർത്തിരിക്കുന്നത്? സുനിൽകുമാർ പറഞ്ഞു മറ്റുള്ള ചാനലുകള് അവിടെ മറ്റുള്ള സഖാക്കളുടെ അടുത്ത് പോയി ചോദിച്ചു, അവരറിഞ്ഞിട്ട് കൂടിയില്ല. അപ്പോ സുരേന്ദ്രൻ തന്ത്രം കളിച്ചു. അത് മറ്റുള്ള ചാനൽ നിങ്ങളതൊരു വഴിയൊരുക്കി കൊടുത്തു, മറ്റുള്ള ചാനലുകൾ അതൊരു പ്രകസനമാക്കി. എന്തായാലും ആവട്ടെ. പക്ഷെ ഇത് നമുക്ക് മുന്നോട്ട് പോകുന്ന യാത്രയിൽ ഈ മേയർ ഇപ്പൊ പറഞ്ഞല്ലോ, അദ്ദേഹം ഒരു കോൺഗ്രസ്സുകാരനായിരുന്നു, ഇപ്പോ അദ്ദേഹം ഒരു LDFിലാണ് നിൽക്കുന്നത്. നാളെ ഒരു BJP ആവാൻ സുനിൽകുമാറിന്റെ ആ വാക്കുകൾ 100% ശരിയായിരിക്കും. സുനിൽകുമാറിന് ഒരിക്കലും തള്ളിക്കളയാൻ പറ്റില്ല. അതിന്റെ ഒരു ഉദാഹരണമാണ് സുനിൽകുമാർ. മേയർ പറഞ്ഞല്ലോ ഞാൻ അങ്ങനെ പോകാൻ പോകുന്നില്ല, ഞാൻ ലോകനാഥനെ കാത്തു നിൽക്കുകയായിരുന്നു. അപ്പോൾ കേക്കുമായി അതപ്പോ പണ്ട് കോൺഗ്രസിൽ നിൽക്കുന്ന പല ആൾക്കാരും പറഞ്ഞു. ഇപ്പൊ നമ്മുടെ പത്മജ എന്താ പറഞ്ഞിരുന്നേ? അങ്ങനെ ഒരു ചിന്താഗതിയില്ല. അപ്പൊ ഇതിപ്പോ നാളെ CPI എന്നോ CPM എന്നോ ഒരാൾ പോയിക്കൂടാ എന്നല്ല ഞാൻ പറഞ്ഞത്. പക്ഷെ സുനിൽകുമാർ അത് മുൻകൂട്ടി കണ്ടിട്ടുണ്ട്. അത് സുനിൽകുമാറിന് അത് അനുഭവിച്ചിട്ടുണ്ട്. ഈ കഴിഞ്ഞ ഇലക്ഷന് അത് താങ്കൾക്കും അറിയാലോ. അപ്പോ സുനിൽകുമാർ അദ്ദേഹത്തിന് തുറന്നൊരു വാക്ക് പറയാൻ പാടില്ല എന്നാണ് പൊതു ചർച്ച വരുന്നത്. അത് ശരിയല്ല. വ്യക്തമായി തുറന്നു പറയണം.
യെസ്, വ്യക്തമാണ് താങ്കളുടെ. എനിക്ക് ഇത്രേ പറയുള്ളൂ. യെസ്, കൃത്യമാണ്, താങ്കളുടെ അഭിപ്രായം വ്യക്തമാണ്. മൈക്കിൾ ഇടുക്കിയിൽ നിന്നാണ് വിളിക്കുന്നത്. ശ്രീ മൈക്കിൾ, ലോക രക്ഷകരെ കാത്തു നിൽക്കുകയായിരുന്നു മേയർ. അപ്പോഴാണ് കേക്കുമായി വരുന്നത് കെ സുരേന്ദ്രൻ. ശ്രീ കെ സുരേന്ദ്രൻ്റെ വരവ് നിഷ്കളങ്കമായ ഒരു ക്രിസ്മസ് ആശംസ നേരുക എന്ന ലക്ഷ്യത്തോടെയാണ് എന്ന് മേയർ പറയുന്നു. അങ്ങനെയാണെന്ന് സുരേന്ദ്രനും പറയുന്നു. അങ്ങനെയല്ലെന്ന് സുനിൽകുമാർ പറയുന്നു. ശ്രീ മൈക്കിൾ ആര് പറയുന്നത് വിശ്വസിക്കും? സാറെ, ഞാൻ പറയുന്നത് BJP അത്ര മോശമൊന്നുമല്ല. കാരണം ചെറിയ വിര കോർത്തിട്ട് ചൂണ്ടായി കോർത്തിട്ടിട്ട് വലിയ തിമിംഗലത്തെ പിടിക്കുന്ന പാർട്ടിയാ BJP. അത് നമ്മളിവിടെ കണ്ടതാ, നമ്മുടെ രാജ്യത്ത് പോലും നമ്മൾ കണ്ടതാ. അപ്പൊ മേയറെ ഒരു കേക്ക് കൊടുത്ത് ഒരു ചെറിയ വിര ഇട്ട് കൊടുത്തതേ ഉള്ളൂ. പക്ഷെ തിമിംഗലത്തെ പിടിക്കാനാണ് അവരുടെ ശ്രമം. എന്തുകൊണ്ട് വയനാട്ടിൽ ഒരു പാക്കേജ് കൊടുക്കാൻ, അവരെ ഈ പാവപ്പെട്ട വയനാട്ടിലെ ജനങ്ങൾക്ക് കുറച്ച് ഒരു ആശ്വാസം പകരാനായിട്ട് ഈ BJP-കാരന് പറ്റിയില്ലല്ലോ. അവൻ പിന്നെ എന്നാ കേക്ക് കൊടുക്കാൻ, ആർക്ക് കൊടുക്കാനാ? സാറേ, ഇന്നിപ്പം ഞാനൊരു സ്ഥലത്ത് നിൽക്കുമ്പോഴേ ഒരു കാര്യം സാറുടെ ശ്രദ്ധയിൽപ്പെടുത്താനാ. ഈ സ്കൂളുകളിൽ ഉച്ചക്കഞ്ഞി വെക്കുന്ന കുറെ പാവപ്പെട്ട മനുഷ്യരുണ്ട്, പാത്രം കഴുകുന്ന. അവർക്ക് കൊടുക്കേണ്ട ഒരു 1000 രൂപ പോലും ഈ BJP-കാരന്, കേന്ദ്ര സർക്കാർ എന്ന് പറയുന്ന BJP ഭരിക്കുന്ന കേന്ദ്ര സർക്കാരിന്, BJP-കാരന് പറയാൻ മേലെ അത് കൊടുക്കാൻ പറ്റാത്തവനാ കേക്കും കൊണ്ട് നടക്കുന്നത് പാവപ്പെട്ട ജനങ്ങളെ പറ്റിക്കാൻ. വയനാട്ടിൽ ഒരു ആശ്വാസം കൊടുക്കട്ടെ, നമുക്ക് സമ്മതിക്കാം. കേക്ക് എന്ന് പറയുന്നത് ഇത് വരെയാ. കാരണം ഞാൻ പറഞ്ഞത് ഇത് നമുക്കറിയാമല്ലോ, ഈ മറ്റേ ഗ്യാസിന് ഇപ്പൊ ഞങ്ങൾ ഉണ്ടാക്കി കളയുമെന്നും പറഞ്ഞുകൊണ്ട് അവിടെ ബാങ്കിൽ പാവപ്പെട്ട ജനങ്ങളെ മുഴുവനും കൊണ്ട് അക്കൗണ്ട് എടുക്കിപ്പിച്ചിട്ട് എന്ത് കൊടുത്തവര് അത് വരെ ഇട്ടിട്ട് അവര് വലിയ തിമിംഗലത്തെ പിടിച്ചു. സ്കൂൾ കുട്ടികൾ, പാവപ്പെട്ട കുട്ടികൾ 0 ബാലൻസ് അക്കൗണ്ടിൽ ബാങ്കിൽ ചേരാൻ പറഞ്ഞ് പാവപ്പെട്ട കോടിക്കണക്കിന് വിദ്യാർത്ഥികൾ അതിൽ ചേർത്തിട്ട് അവര് അതിലും എന്ത് ചെയ്തു? തിമിംഗലത്തെ പിടിച്ചു. വര ഇട്ടിട്ടാണ് തിമിംഗലത്തെ പിടിക്കുന്നത്. BJP-കാരന്റെ ശ്രമം അത് തന്നെയാണ്, വേറെ ഒരു മാറ്റവും ഇല്ല അതിനകത്ത്. യെസ്, വ്യക്തമാണ് താങ്കളുടെ അഭിപ്രായം. ചന്ദ്രൻ നായർ തിരുവനന്തപുരത്തു നിന്നാണ് നമുക്കൊപ്പം ചേരുന്നത്. ചന്ദ്രൻ നായർ, ഇത് ചെറിയൊരു ഇരയിട്ട് വലിയൊരു തിമിംഗലത്തെ പിടിക്കാനുള്ള തന്ത്രമാണ് എന്ന് ഇടതുമുന്നണി തിരിച്ചറിയുന്നു. അത് ആദ്യം തന്നെ പൊളിച്ചു കളയണം എന്നവർ കരുതുന്നു. നിഷ്കളങ്കനായ താൻ ലോകരക്ഷകനെ കാത്തു നിൽക്കുമ്പോൾ കേക്കുമായി വന്ന സുരേന്ദ്രനെ സ്വീകരിക്കുകയല്ലാതെ മറ്റെന്ത് മാർഗം എന്ന് മേയർ ചോദിക്കുന്നു. താങ്കൾ ഇതിൽ ആർക്കൊപ്പം നിൽക്കുന്നു? മനസ്സാറെ, രാഷ്ട്രീയത്തിന്റെ പേരിൽ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ തിരുവനന്തപുരത്ത് രാജ്ഭവനിൽ നടന്ന ചായ സൽക്കാരം പോലും പല പ്രാവശ്യവും ധിക്കരിക്കുകയും വേണ്ടെന്ന് വെച്ച ഒരു പാർട്ടിയിൽ നിന്നു വെച്ചാൽ ഇത്തരം പ്രവൃത്തികൾ ഉണ്ടാകാം. ഇനി അത് കൂടാതെ തന്നെ ഒരു കാര്യം കൂടെ പറഞ്ഞോട്ടെ. BJP-കാരിയായ ഭാര്യ CPI-കാരനായ ഭർത്താവിനോടൊപ്പം ജീവിക്കാനും ആഹാരം പാകം ചെയ്തു കൊടുക്കാനും പറ്റുമോ സാർ? അങ്ങനെയാണെങ്കിൽ ഇതാണ് സാർ ഇവിടുത്തെ സ്ഥിതി. ഒരു മകൾ വ്യക്തിയുടെ ഒരു നല്ലൊരു ചടങ്ങിൽ ഇങ്ങനെ ഒരു സാഹചര്യത്തിലേക്ക് പലരും ഇത് കൊണ്ടെത്തിച്ചതിലെന്ന് വെച്ച് കഴിഞ്ഞാൽ ഖേദമുണ്ട്, വിഷമമുണ്ട് സാർ. അത് ശരി. യെസ്, വ്യക്തമാണ് താങ്കളുടെ അഭിപ്രായം. രാജീവ് ആചാര്യ നമുക്കൊപ്പം ചേരുന്നു. ശ്രീ രാജീവ്, മേയർ പറയുന്നു മേയർ എന്ന നിലയിൽ തന്നെ ഏൽപ്പിച്ച ജോലി ചെയ്യുന്നുണ്ട്. തൃശ്ശൂരിൽ കൃത്യമായ മാറ്റങ്ങൾ വരുന്നുണ്ട്. ഉത്തരവാദിത്തങ്ങൾ എല്ലാം പൂർണ്ണമായി നടപ്പിലാക്കുന്നുണ്ട്. ബാലിശമായ ഇത്തരം ആരോപണങ്ങൾ ആവശ്യമില്ല. BJP അവരുടെ ആശയങ്ങളും പ്രസ്ഥാനവുമായി മുന്നോട്ട് പോകുന്നു. താൻ തൻ്റെ വഴിക്ക് പോകുന്നു എന്നാണ് പറയുന്നത്. അന്നേ ദിവസം കോൺഗ്രസ്സുകാരും സ്വന്തം പാർട്ടിയിൽ നിന്നുള്ളവരും ആര് കേക്ക് കൊണ്ടുവന്നിരുന്നെങ്കിലും താൻ സ്വീകരിക്കുമായിരുന്നു. പക്ഷേ അവരാരും വന്നില്ല. ഇതിൽ നിന്ന് എന്താണ് ശ്രീ രാജീവ് ആചാര്യക്ക് മനസ്സിലാകുന്നത്? അത് ഒരു വിവാദത്തിന്റെ ആവശ്യമേ വരുന്നില്ല. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഈ BJP നേതാക്കന്മാർ അദ്ദേഹത്തിന്റെ മേയറുടെ വീട്ടിൽ പോയത് വേറൊരു ദിവസത്തിലല്ല, നല്ലൊരു ക്രിസ്മസ് ആഘോഷിക്കുന്ന സമയത്താണ് അദ്ദേഹം വീട്ടിൽ പോയിട്ടുള്ളത്. അപ്പോ ഇതിലൊരു രാഷ്ട്രീയം ഒന്നും ആവശ്യമില്ല. കാര്യം ഒരു സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നത് മാത്രമേ ഉള്ളൂ ഒരു രാഷ്ട്രീയക്കാരനുള്ളൂ. രാഷ്ട്രീയക്കാര് അത് അദ്ദേഹം വിജയിച്ച് അദ്ദേഹം ഒരു സ്ഥാനത്ത് എത്തിക്കഴിഞ്ഞാൽ അദ്ദേഹത്തിന് രാഷ്ട്രീയമില്ല. നമ്മൾ മുഖ്യമന്ത്രിക്ക് എത്രയോ പേര് ആശംസകളും ക്രിസ്മസ് കേക്കൊക്കെ കൊണ്ടുകൊടുക്കുന്നുണ്ട്. പക്ഷെ അത് അദ്ദേഹത്തിന് വാങ്ങിക്കാനുള്ള നല്ലൊരു സന്മനസ്സുണ്ടാവും, അതുണ്ടാവും. അപ്പോ ഇവിടെ വേണ്ടത് നല്ലൊരു മതസൗഹാർദ്ദമല്ല വേണ്ടത്. ആ മതസൗഹാർദ്ദത്തിനുള്ള ഒരു ഇത് വേദി മാത്രമായിട്ട് ഇതിനെ കണ്ടാൽ പോരെ. അങ്ങനെയാണ് എൻ്റെ ഒരു അഭിപ്രായം. യെസ്, വ്യക്തമാണ് താങ്കളുടെ അഭിപ്രായം. ഗിരീഷ് കുമാർ
തിരുവനന്തപുരത്ത് നിന്നാണ് ചേരുന്നത്. ഗിരീഷ് കുമാർ തിരുവനന്തപുരത്ത് എവിടെ നിന്നാണ് വിളിക്കുന്നത്? സാർ, ഞാൻ വിളപ്പിൽ പഞ്ചായത്ത് പിള്ളേരെ വിളിക്കുന്നത്. ആ, ശ്രീ ഗിരീഷ് കുമാറിന് എനിക്ക് പറയാനുള്ളത് ഇത്ര മാത്രമേ ഉള്ളൂ സാർ. സുനിൽകുമാർ എന്ന് പറയുന്ന ആള് നമ്മുടെ സംസ്ഥാനത്തെ കൃഷിമന്ത്രി ആയിരുന്ന ഒരാള് നല്ല രീതിയിൽ പെർഫോമൻസ് ചെയ്ത ഒരാളാ. പക്ഷെ ഇപ്പൊ ലോക്സഭ ഇലക്ഷൻ അത് രാഷ്ട്രീയ സാഹചര്യം അങ്ങനെ ആയതുകൊണ്ടാണ് അങ്ങനെ. പക്ഷെ എനിക്ക് പറയാനുള്ളത് സാർ, ഇത്രയും ആൾക്കാരെ വിളിച്ചിട്ട് ഇത് നേരെ മറിച്ച് ഇപ്പൊ ഒരു സ്വതന്ത്രനായതുകൊണ്ടല്ലേ സാർ ഇപ്പൊ കേക്കുമായിട്ട് പോയിരിക്കുന്നത്. നേരെ മറിച്ച് കോൺഗ്രസിന്റെയോ അല്ലെങ്കിൽ ഇടതുപക്ഷത്തിന്റെയോ ഒരു മേയറായിരുന്നെങ്കിൽ അവരാരും കേക്കുമായിട്ട് പോവോ? ആരും പോകത്തില്ല സാർ. ഇടതുപക്ഷത്തിന്റെ ഉറച്ച ഒരു പ്രവർത്തകനായിരുന്നെങ്കിൽ കേക്കുമായി തീർച്ചയായിട്ടും സാർ, കോൺഗ്രസിന്റെയോ അല്ലെങ്കിൽ LDFന്റെയോ ഒരു മേയറായിരുന്നെങ്കിൽ അവരാരും കേക്കുമായിട്ട് പോവോ? ഇപ്പം പുള്ളി അങ്ങോട്ടോ ഇങ്ങോട്ടൊന്നും പറഞ്ഞോണ്ടിരിക്കുന്ന ഒരാളല്ലേ. അത് എന്തായാലും ഒന്ന് ചോദിക്കണം, തോമസ് ഐസക്കിനോടൊക്കെ ചോദിക്കണം, അദ്ദേഹത്തിന് വല്ല കേക്കും കിട്ടിയോന്നല്ലേ? ഇല്ല സാർ, അല്ല ഞാനെങ്കിൽ പൊതുവെ ഞാൻ പറഞ്ഞതാ. കാരണം സുനിൽകുമാർ എന്ന് പറയുമ്പോഴത്തേക്ക് തൃശ്ശൂർ എല്ലാവർക്കും അറിയാവുന്ന ഒരാളാ. പുള്ളി തോറ്റുപോയി എന്ന് വിചാരിച്ച് പുള്ളിയെ നമ്മളങ്ങ് തള്ളിക്കളയാൻ പറ്റുമോ? തള്ളിക്കളയരുത്. അദ്ദേഹവും കേരളത്തിന്റെ കൃഷിമന്ത്രിയായിരുന്നു. അദ്ദേഹം നല്ല രീതിയിൽ ഒരുപാട് ആളുകളുടെ പിന്തുണ തനിക്കുണ്ട് എന്ന് തെരഞ്ഞെടുപ്പിൽ തോറ്റെങ്കിലും കൃഷിമന്ത്രിയായിരുന്നു. നല്ല രീതിയിൽ പെർഫോമൻസ് ചെയ്ത ഒരാളാ. സുനിൽകുമാർ. പക്ഷെ ഇപ്പൊ ഞാൻ ചോദിച്ചാൽ എനിക്ക് ഇത്ര മാത്രമേ ഉള്ളൂ സാർ. കാരണം ഇത്രയും ആൾക്കാർ വിളിച്ചിട്ട് ഈ ഇവരാരും LDFന്റെ ഒരു മേയർ ആണെങ്കിൽ ഇവരാരും കേക്കുമായിട്ട് പോകുമായിരുന്നോ? അല്ലെങ്കിൽ UDFന്റെ ഒരു മേയർ ആണെങ്കിൽ ഇവരാരും കേക്കുമായിട്ട് പോകുമായിരുന്നോ? ഇല്ലല്ലോ. എനിക്ക് തോന്നുന്നില്ല അങ്ങനെ പോകുന്നു സാർ. നമുക്ക് വ്യക്തമാണ്. വിക്രമൻ എന്നൊരു പ്രേക്ഷകൻ അടൂരിൽ നിന്ന് നമുക്കൊപ്പം ചേരുന്നു. ശ്രീ വിക്രമൻ, ഇത് വ്യക്തമായ ഒരു രാഷ്ട്രീയ ചേരിയിലുള്ള ആളല്ല മേയർ എന്നേറെക്കുറെ മനസ്സിലാക്കി. കോൺഗ്രസിൽ നിന്ന് സീറ്റ് കിട്ടാത്തതുകൊണ്ട് അദ്ദേഹം പിണങ്ങി. അങ്ങനെ അദ്ദേഹം ഇടതുമുന്നണിയിലാണോ എന്ന് ചോദിച്ചാൽ ആണ്, അല്ലേ എന്ന് ചോദിച്ചാൽ അല്ല. അങ്ങനെ ഒരാളെ വളരെ തന്ത്രപൂർവ്വം കുരുക്കാനുള്ളൊരു കെണിയാണ് വെച്ചത് എന്ന് ചില പ്രേക്ഷകർ പറയുന്നുണ്ട്. ശ്രീ വിക്രമൻ അത് വിശ്വസിക്കുന്നുണ്ടോ? അതോ നിഷ്കളങ്കമായ ഒരു ക്രിസ്മസ് സന്ദേശവുമായി പോയ കെ സുരേന്ദ്രനെ തെറ്റിദ്ധരിക്കുന്നു എന്നാണോ ശ്രീ വിക്രമൻ കരുതുന്നത്? നമസ്കാരം സാർ. നമസ്കാരം. ഇത് നേരത്തെ മേയർ കഴിഞ്ഞ ലോക്സഭ തെരഞ്ഞെടുപ്പ് സുരേഷ് ഗോപി നല്ല സ്ഥാനാർത്ഥിയാണെന്ന് പറഞ്ഞപ്പോഴേ മുതൽ BJP അനുഭവമായിട്ട് നിൽക്കുക. അതേസമയം ഈ കേക്ക് ഒന്നിൽ ആ കൗൺസിലർമാരെ എല്ലാം വിളിച്ച് കൊണ്ട് കൊടുക്കുമായിരുന്നെങ്കിൽ നമ്മൾ ഇത് രാഷ്ട്രീയം കണ്ടായിരുന്നു. അല്ലെങ്കിൽ വയനാട്ടിലെ ആ പാവപ്പെട്ട ദുരിതബാധിതരെ കൊണ്ട് കൊടുത്താൽ നമ്മളത് രാഷ്ട്രീയം കാണത്തായിരുന്നു. ഈ മേയർക്ക് മാത്രം കൊടുത്തുകൊണ്ടാണ് അതിനകത്ത് ഒരു രാഷ്ട്രീയമുണ്ട്. കാരണം ഈ അടുത്ത തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ ഈ മേയർ BJP സ്ഥാനാർത്ഥിയായി മാറും. അതിനകത്ത് സുനിൽകുമാർ തീർച്ചയായിട്ടും സുനിൽകുമാർ പറഞ്ഞതാണ് ഒരു രാഷ്ട്രീയ നിലപാടുണ്ട് BJPക്ക്. ആ BJPയോടൊപ്പമാണ് ഈ മേയർ നിൽക്കുന്നത്. അതാണ് എനിക്ക് അതിനെപ്പറ്റി പറയാനുള്ളത്. അപ്പൊ ഈ മേയർ എന്ത് ചെയ്യാൻ കഴിയുമായിരുന്നു? അതിന് ഈ കേക്കുമായി വരുന്ന ആളെ കേക്കൊന്നും വേണ്ട പൊക്കോളൂ എന്ന് പറഞ്ഞാൽ അത് വലിയ മോശമാവില്ലേ? ഞാൻ സാറ് പറഞ്ഞ സംബന്ധിച്ചു ഈ മേയറെ മാത്രം BJPക്കാർ കേക്ക് കൊണ്ടുപോയി എന്തിനാ? മേയറുടെ വീട്ടിൽ മാത്രം അല്ല, അവരെല്ലാ ക്രിസ്തീയ ആളുകളുടെ വീട്ടിലേക്കും സ്നേഹ സന്ദേശ യാത്ര നടത്തുകയാണ്. കൗൺസിലർമാർ ക്രിസ്ത്യാനികളില്ലേ? കൗൺസിലർമാർ ക്രിസ്ത്യാനികളില്ലേ? അവിടെ പോയോന്ന് എനിക്ക് അറിയില്ല കേട്ടോ. പോയിട്ടില്ലേ? എവിടെ പോയിട്ടുണ്ട്? എവിടെ പോയിട്ടുണ്ട്? അങ്ങോട്ട് ഇപ്പൊ ഈ ഒരു സംസാരം വരുന്നില്ലല്ലോ സാറേ. അല്ല, അവർക്ക് നമ്മളൊരു കേക്കുമായി പോകുമ്പോ അങ്ങനെ എല്ലാവർക്കും കേക്ക് കൊടുക്കല്ല. അവർക്കൊരു ഇഷ്ടമൊക്കെ തോന്നുന്ന ഒരാളോട് ആ ഇഷ്ടം കഴിഞ്ഞ ലോക്സഭ തെരഞ്ഞെടുപ്പ് മുതലേ തുടങ്ങിയതാ. ശരി. പിന്നെ വർഗീസിനോട് BJPക്ക്. യെസ്, വ്യക്തമാണ് താങ്കളുടെ യെസ് അഭിപ്രായം. ഷാനൂരിന് എന്ത് തോന്നുന്നു? ഈ കേക്ക് വാങ്ങിച്ചാൽ അത് അപകടമാകുമെന്ന് മുൻകൂട്ടി കണ്ടില്ല മേയർ എന്നാണ്. അങ്ങനെ മുൻകൂട്ടി കാണാൻ കഴിയാതിരുന്നത് അദ്ദേഹത്തിൻ്റെ ഒരു തെറ്റാണോ ഷാനൂർ? അദ്ദേഹത്തിന്റെ അതൊരു തെറ്റൊന്നുമല്ല. വ്യക്തമായ ഒരു തീരുമാനത്തിൽ തന്നെയാണ് തൃശ്ശൂർ മേയർ വർഗീസ് ഈ കേക്ക് വാങ്ങിയത്. കാരണം മനസ്സുകൊണ്ട് നേരത്തെ തന്നെ മേയർ BJPയിൽ പോയി കഴിഞ്ഞു. ഇനി ശരീരം കൊണ്ട് പോയാൽ മതി, മനസ്സുകൊണ്ട് മേയർ പോയി കഴിഞ്ഞു. രണ്ടാമത്തെ കാര്യം, അല്ല പക്ഷെ അദ്ദേഹം പറയുന്നത് ഇടതുപക്ഷത്തിന്റെ ചട്ടക്കൂടിൽ നിന്ന് പുരോഗതിക്കായി പ്രവർത്തിക്കുന്ന മേയറാണ് ഞാൻ, അതില്ലായ്മ ചെയ്യാൻ ഒരു കേക്ക് കൊണ്ട് കഴിയില്ല. കഴിഞ്ഞ ഇലക്ഷൻ സമയത്ത് സുരേഷ് ഗോപി വന്നു, അദ്ദേഹത്തിന് ഞാനൊരു കേക്ക് കൊടുത്തു, അതും തെറ്റാണോ എന്നൊക്കെയാണ് അദ്ദേഹം ചോദിക്കുന്നത്. അല്ലല്ല, ഇതിനകത്തുള്ള കാര്യം എന്താ പറയുക, മീഡിയക്കാരോ ഞാനോ
ഒന്നുമല്ല ഇത് പറഞ്ഞത്. അവരുടെ നേതാവ് സുനിൽകുമാർ തന്നെയാണ് പറഞ്ഞത്. അദ്ദേഹത്തിന്റെ ചോറ് ഇവിടെയും കൂറപ്പുറത്തുമാണെന്ന് പറഞ്ഞത് നമ്മളാരുമല്ല. സുനിൽകുമാർ നിങ്ങളുടെ ന്യൂസ് 18 കൂടി തന്നെയാണ് അദ്ദേഹം പറഞ്ഞത് വാർത്താ സമ്മേളനത്തില്. ചോറ് ഇവിടെയും കൂറവിടെയാണ്. സുനിൽകുമാർ കുറെ നാൾ കൊണ്ട് ഇത് പറയുന്നുണ്ട്. രണ്ടാമത്തെ കാര്യം, ആ മേയർക്ക് തീർച്ചയായിട്ടും അറിയാം ഈ BJP നല്ലൊരു സുരേഷ് ഗോപി നല്ലൊരു സ്ഥാനാർത്ഥിയാണെന്ന് ആദ്യം തൊട്ടേ അദ്ദേഹം പറയുന്നു. പിന്നെ അദ്ദേഹത്തിന്റെ ഓരോ പ്രസ്താവനകളും BJPക്ക് അനുകൂലം. രണ്ടാമത്തെ കാര്യം, സുരേന്ദ്രൻ ഡയറക്റ്റ് ഫോണിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്തതിന് ശേഷമാണ് വർഗീസിന്റെ വീട്ടിലെത്തിയത്. അതുകൂടാതെ CPM-ന്റെ നേതാവ് ജില്ലാ സെക്രട്ടറി കുറച്ച് സമയത്ത് മുമ്പ് പറഞ്ഞത് ഞങ്ങൾക്ക് പ്രശ്നമൊന്നും ഇല്ല എന്ന് CPM ജില്ലാ സെക്രട്ടറി പറഞ്ഞു. അതുകൊണ്ട് സുനിൽകുമാറിന് LDF മീറ്റിംഗ് ഇതിനുശേഷം എത്രയോ പ്രാവശ്യം കൂടി. ആ LDF മീറ്റിംഗിൽ സുനിൽകുമാറിന് വന്ന് പറയാമായിരുന്നു മേയറുടെ പരാതികളും കുറ്റങ്ങളും എല്ലാം. പക്ഷെ പറയത്തില്ല. കാരണം CPM-നൊരു ഹിഡൻ അജണ്ടയുണ്ട്. CPI-യെ എല്ലായിടത്തും പരാജയപ്പെടുത്തുക. അവരുടെ 3 or 4 കൗൺസിലർമാർ തൃശ്ശൂർ കോർപ്പറേഷനിലുണ്ട്. ആ CPI എന്തുവാ ചെയ്യേണ്ട ജില്ലാ കമ്മിറ്റി? ആ 4 കോർപ്പറേഷനിലുള്ള ആളുകളെ പിൻവലിച്ചാൽ പോരെ, അവരെ രാജിവെപ്പിച്ചാൽ തീരാവുന്നുള്ള പ്രശ്നമല്ലേ ഉള്ളൂ വർഗീസിൻ്റെത്. അതിന്റെ അർത്ഥം CPM-ന്റെ പിന്തുണ 100% അവിടെ BJPക്കുണ്ട്. അതുകൊണ്ട് തന്നെയാണല്ലോ പറഞ്ഞത് നല്ല സ്ഥാനാർത്ഥിയാണ് സുരേഷ് ഗോപി എന്നുള്ളത്. അപ്പോൾ CPM ഇരട്ടത്താപ്പ് നയമാണ് അവിടെ സ്വീകരിക്കുന്നത്. അവിടെ നിന്ന് മാത്രമല്ല, കേരളത്തിൽ മൊത്തം CPI-യുടെ പ്രവർത്തകരെയും CPI നേതാക്കന്മാരെയും CPM ചെറുതാക്കിക്കൊണ്ടിരിക്കുക. അങ്ങനെയാണ് മനു എന്റെ ഒരു സാമാന്യ രാഷ്ട്രീയം മനസ്സിലാക്കുമ്പോൾ എനിക്ക് തോന്നുന്ന ഒരു കാരണം അത് തന്നെയാണ്. കാരണം അല്ലെങ്കിൽ വർഗീസ് ഒരിക്കലും ഇവിടെ വേറെ മറ്റ് 4 കോർപ്പറേഷനുകളിൽ മേയർമാരുണ്ടല്ലോ, അവരെ ഒന്നും തിരക്കി വരാതെ വർഗീസിനെ മാത്രം തിരക്കി പോവുകയും വർഗീസിന്റെ വീട്ടിൽ കൊണ്ടു ചെന്ന് കേക്ക് കൊടുക്കുകയും അതിനുശേഷം ഇന്ന് വർഗീസ് പത്രസമ്മേളനം നടത്തിയിട്ട് മേയർ പറയാണ് അയ്യോ ഇത് അതിന്റെ ഭാഗമൊന്നുമല്ല, ഇത് ഞാൻ വേറെ രീതിയിലാണ് ഉദ്ദേശിച്ചത്. അപ്പൊ അതൊന്നുമല്ല, ഇതില് കൃത്യമായ ഹിഡൻ അജണ്ട CPM-ന്റെ മേൽത്തട്ടിന്നുണ്ട്. അത് താഴ്ത്തട്ടിലോട്ട് ഒരു CPM നേതാവ് പോലും പറഞ്ഞില്ലല്ലോ വർഗീസ് കേക്ക് മേടിച്ചതും കേക്ക് മുറിച്ചതും തെറ്റാണെന്ന് ഒരു CPM നേതാവ് പോലും പറഞ്ഞില്ലല്ലോ. ഞാൻ കേട്ടില്ല. ഞാൻ നിങ്ങളുടെ മാധ്യമങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കുന്ന ആളാണ്. പറഞ്ഞിട്ടുണ്ടോ മനു? ഇല്ല, വ്യക്തമാണ്, കറക്റ്റാണ്. ജോർജ് മാത്യു, നമുക്ക് സമയം അതിക്രമിച്ചു. വളരെ ജോസ് മാത്യു, യെസ്, വളരെ ചുരുങ്ങിയ വാക്കുകളിൽ. നിങ്ങളുടെ ഈ ക്യാപ്ഷൻ കാണുമ്പോഴേ, നമുക്ക് ചർച്ച കാണുമ്പോഴേ കേരളത്തിലെ പ്രബുദ്ധരായ ജനങ്ങൾക്ക് മനസ്സിലാവും ഇതിനകത്തെ രാഷ്ട്രീയം എന്താണ്. ഇപ്പൊ രാഷ്ട്രീയത്തിന് അതീതമായിട്ട് പറയുകയാണെങ്കിൽ ഈ നമ്മുടെ കേക്ക് കൊടുക്കുക, അല്ലെങ്കിൽ പായസം കൊടുക്കുക, അല്ലെങ്കിൽ മതപരമായ അല്ലെങ്കിൽ പെരുന്നാളുമായിട്ടൊക്കെ ബന്ധപ്പെട്ടത് അത് നടത്തുന്നവരാണ് നമ്മുടെ അയൽവക്കക്കാർക്ക് കൊടുക്കുന്നത്. ഇവിടെ ഈ മതേതരത്വം വിളമ്പാനും മതസൗഹൃദം വിളമ്പാനും ഒന്നും കാര്യമില്ല. കാരണം ഇതൊക്കെ ഇവിടെ നിലനിൽക്കുന്ന കാര്യമാണ്. ഇത് കേരളത്തിന് മനസ്സിലാവും ഈ കൊണ്ട് കൊടുക്കുന്നതിന്റെ കാര്യം. അപ്പുറത്ത് കോഴിക്കോട് മേയറുണ്ട്, വയനാട് മേയറുണ്ട്, എറണാകുളം മേയറുണ്ട്. അവിടെ ഒന്നും കൊണ്ട് കൊടുക്കാതെ ഈ കൊടുക്കുന്ന ഇപ്പം ഈ വർഗീസ് ഇത് മേടിച്ചത് ഒരു സ്വാഭാവികമായ ഒരു നടപടിയായിരിക്കും. പക്ഷെ അത് വലിയ വിവാദമാക്കി മാറ്റാൻ ആഗ്രഹിക്കുന്നത് ഈ കൊണ്ടു കൊടുത്ത സുരേന്ദ്രനും BJP-യുമാണ്. ഇത് നമ്മുടെ സമയം അതിക്രമിച്ചുകൊണ്ടാണ് ജോസ്. വളരെ നന്ദി. അടൂരിൽ നിന്ന് വിളിക്കുക, അഭിപ്രായം പങ്കുവയ്ക്കുകയും ചെയ്തതിന്. ഈ വിഷയം ഞങ്ങൾ യൂട്യൂബിലും പ്രേക്ഷകർക്ക് മുന്നിൽ ചർച്ച ചെയ്തിരുന്നു. ഈ കേക്കിൽ രാഷ്ട്രീയം വേണോ എന്ന വലിയ ചോദ്യമാണ് പ്രേക്ഷകർക്ക് മുന്നിൽ ഉന്നയിച്ചത്. അതിൽ BJP നേതാക്കളുടെ കേക്ക് വാങ്ങിയാൽ കൂറില്ലാതാകുമോ എന്ന ചോദ്യത്തിന് 39% ആളുകൾ അത് തെറ്റാണ് എന്ന് പറയുമ്പോൾ 61% ആളുകൾ കേക്കിൽ രാഷ്ട്രീയം കാണേണ്ടതില്ല, അത് വാങ്ങിക്കാം എന്ന നിലപാട് ആവർത്തിക്കുന്നു. ഇന്നത്തെ പൊതുവേദി ഇവിടെ സമാപിക്കുകയാണ്. നാളെ മറ്റൊരു വിഷയമായി വീണ്ടും കാണാം. നന്ദി.